അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ അഷ്റഫ് കൂട്ടായ്മയിലെ കുടുംബാംഗങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ സന്തോഷവും ആനന്ദവും അതിലേറെ ആഹ്ലാദവും പകരുന്ന നിമിഷങ്ങളാണ്. എന്തുകൊണ്ടെന്നാൽ അനവധി പ്രോഗ്രാമുകളിൽ ഇത്തരം സദസ്സുകളിൽ പങ്കെടുത്തിട്ടുണ്ട് എങ്കിലും ഈ വേദിയെ മുന്നിലിരിക്കുന്ന ഈ മനുഷ്യരെ ഭംഗി കൂട്ടുന്നത് ഏറ്റവും മുൻപിലിരിക്കുന്ന സുന്ദരികളായ ഉമ്മമാരും സുന്ദരന്മാരായ ഉപ്പമാരുമാണ്. മറ്റു പലയിടങ്ങളിലും പല സദസ്സുകളിലും കണ്ടിട്ടില്ലാത്ത വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഇവിടെ എനിക്ക് കാണാൻ സാധിച്ചത്. അൽഹംദുലില്ലാഹ്, ഞങ്ങളുടെയൊക്കെ സ്വർഗമായ കാലിനടിയിൽ സ്വർഗം സംവിധാനിച്ചു വച്ച ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും സ്നേഹം നിറഞ്ഞ ഉമ്മമാരെയും ഉപ്പമാരെയും ഇങ്ങനെ മുന്നിൽ ഇരുത്തിക്കൊണ്ട് ബഹുമാനവും സ്നേഹവും അവരോട് പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ ഓർത്തെടുക്കുകയാണ്. ഏകദേശം 2-3 മാസങ്ങൾക്ക് മുൻപേ ആയിരിക്കും എന്നെ ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് വിളിച്ചത്. അന്ന് തന്നെ വിളിച്ച സമയത്ത് തന്നെ ഈ പ്രോഗ്രാമിൻ്റെ കണ്ടൻറ്റിൽ ഞാൻ നോട്ടീസ് ചെയ്ത എൻ്റെ ശ്രദ്ധ ചെന്നെത്തിയ ഒന്ന് ഇതായിരുന്നു. ഉമ്മമാരെ കുറിച്ച് അല്ലെങ്കിൽ മാതാപിതാക്കളെ കുറിച്ച്, അവരോടുള്ള സ്നേഹത്തെയും പരിഗണനയെയും കുറിച്ച്, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് എന്ന ഒരു കണ്ടൻറ്റ്. സാധാരണഗതിയിൽ പ്രോഗ്രാമിന് വിളിക്കുമ്പോൾ കണ്ടൻറ്റ് സെലക്ഷൻ എന്ന് പറയുന്നത് എൻ്റെ ഡ്യൂട്ടിയാണ്. ഞാനാണ് ആനുകാലികമായ വിഷയങ്ങളെ തിരഞ്ഞെടുക്കാറുള്ളത്. ബട്ട് ഇവിടെ ഇങ്ങനെയൊരു ടോപ്പിക്ക്, ഉമ്മ ഉപ്പ എന്ന ഒരു കണ്ടൻറ്റ് അന്ന് തന്നെ ഇവരെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ്, ഞാൻ എൻ്റെ സംസാരങ്ങളിൽ മാത്രമല്ല ജീവിതത്തിലും അങ്ങേയറ്റം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അവരെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്ന അതേ കണ്ടൻറ്റിലേക്ക് എത്തിയപ്പോൾ അൽഹംദുലില്ലാഹ് ഏറെ സന്തോഷമുണ്ട്. ഈ സദസ്സിന് ഭംഗി കൂട്ടുന്നതും അത് തന്നെയാണ്. ഒന്നാമത്തെ കാര്യം അത് തന്നെയാണ്. അൽഹംദുലില്ലാഹ്, ഈ ഉമ്മമാരുടെ പ്രിയപ്പെട്ട സ്നേഹനിധികളായ കാലിനടിയിൽ സ്വർഗം സംവിധാനിച്ചു വെച്ച ഈ ഉമ്മമാരുടെയും വാപ്പമാരുടെയും പ്രാർത്ഥന എന്നും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, ഈ കൂടിച്ചേരൽ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ആഴത്തിലും പടച്ചോൻ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. ഒരു പ്രാർത്ഥന ഗാനത്തോടുകൂടി ഞാൻ ആരംഭിക്കുകയാണ്. ആലം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കും ഏകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. പരമകാരുണ്യവാൻ കരുണാനിധി വിധി പറയും ദിവസത്തിൻ ഏകാധിപനേ നിയതമാരാധിപ്പു ഞങ്ങളങ്ങയെ മാത്രം സതതം സഹായമർപ്പിപ്പതും തിരുമുൻപിൽ. നയിക്കണം ഞങ്ങളെ നേരായ മാർഗത്തിൽ, നിന്നനുഗ്രഹപാത്രമായോർത്തൻ മാർഗത്തിൽ അങ്ങയാൽ കോപിക്കപ്പെട്ടോരുടെ വഴിയല്ല
സന്മാർഗ ഭ്രഷ്ടരുടെ വഴിയിലുമല്ല, ആലം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നൊരീശ്വരൻ തിരുനാമത്തിൽ. ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ജനന മരണങ്ങൾക്കിടയിലുള്ള ഏറ്റവും ചെറുതായ, ഏറ്റവും കുഞ്ഞേതായ ഒരു ജീവിതം അതിങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ചിന്തിച്ച് നോക്കുമ്പോൾ നമുക്ക് ആർക്കും ഒരു ഉറപ്പുമില്ല ഇതെന്ന് അവസാനിക്കാന്ന്. എന്തിനേറെ പറയുന്നു, ഇങ്ങനെയൊക്കെ നമ്മളിവിടെ കൂടിയാടി എല്ലാം പങ്കുവച്ചിരിക്കുമ്പോഴും എനിക്കോ നിങ്ങൾക്കോ ഒരു ഉറപ്പുമില്ല ഈ ഉള്ളിലേക്കെടുക്കുന്ന ശ്വാസത്തെ അത് എൻ്റെ ഓരോ കോശങ്ങളും വലിച്ചെടുത്ത് തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ആക്കി എൻ്റെ നാസാരന്ധ്രങ്ങളിലൂടെ പുറത്തേക്ക് പറഞ്ഞയക്കാൻ കഴിയുമെന്ന്. കാരണം അതെൻ്റെ കഴിവല്ല, അതെൻ്റെ നന്മയുമല്ല. തീർച്ചയായിട്ടും എൻ്റെ പടച്ചോൻ്റെ തീരുമാനപ്രകാരം, എൻ്റെ ദൈവത്തിൻ്റെ തീരുമാനപ്രകാരം ഞാൻ ഈ ഭൂമിയിൽ ഇങ്ങനെ ജീവിക്കുകയാണ്. ഒരു വേള ഈ പങ്കുവെക്കലൊക്കെ അവസാനിപ്പിച്ച് ഈ മൈക്കിവിടെ വെച്ച് എന്നെ കാത്തിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരുടെ അരികിലേക്ക്, എൻ്റെ മക്കളുടെ, ഇണയുടെ, മാതാപിതാക്കളുടെ അരികിലേക്ക് തിരിച്ച് മടങ്ങാൻ പറ്റുമെന്ന് യാതൊരു ഉറപ്പില്ലാത്ത, അത്രയും നൈമിഷികമായ, അത്രയും ചെറുതായ ജീവിതമാണ് നമുക്കൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഹ്രസ്വമായ ആ ജീവിതത്തെക്കുറിച്ച് നമുക്കൊക്കെ ഒരുപാടേറെ കാഴ്ചപ്പാടുകളുണ്ട്, അതിലേറെ സ്വപ്നങ്ങളും കിനാവുകളും ഒക്കെ ഉണ്ട്, പ്രതീക്ഷകളുണ്ട്. ആ പ്രതീക്ഷകൾ എന്ന് പറയുന്നത് ഒരു പക്ഷേ എൻ്റെ ജീവിതം, ഞാൻ ജീവിക്കുന്ന എൻ്റെ ഈ സമയം, എൻ്റെ ഈ അനുഭവങ്ങൾ അത് സന്തോഷവും സമാധാനവും സംതൃപ്തിയും നിറഞ്ഞതാവേണമേ എന്നായിരിക്കാം. ഏതൊരു മനുഷ്യനും അതെ, ഏതൊരാളും ഭൂമിയിൽ ജീവിക്കുമ്പോൾ എല്ലാ അഷ്റഫ്മാരോടും വേദിയിൽ വന്നിരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഐ തിങ്ക് ഇവിടൊക്കെ അഷ്റഫ്മാർ തന്നെയാണല്ലോ അല്ലേ? അപ്പം എല്ലാവരോടത്തും വേദിയിൽ വന്നിരിക്കാൻ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാവരും എന്നെ കേൾക്കുന്നുണ്ടെന്ന്, ഇൻഷാ അല്ലാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ആഗ്രഹമാണ് എൻ്റെ ജീവിതം അത് സന്തോഷവും സമാധാനവും സംതൃപ്തിയൊക്കെ നിറഞ്ഞതാവണേ എന്ന്. അതിൻ്റെയൊക്കെ മുമ്പേ ഒരു ചോദ്യം, പ്രിയപ്പെട്ടവരെ, ഞാൻ പറയണത് നിങ്ങൾക്ക് മനസ്സിലാവണുണ്ടാ? ഹലോ പെണ്ണുങ്ങളെ, മനസ്സിലാവണുണ്ടാ? ഒന്നാമത്തെ കാര്യേ, ഞാൻ വരുന്നത് മലപ്പുറത്തുനിന്നാ. എൻ്റെ പോരാ മലപ്പുറത്തിൻ്റെ ഒരറ്റത്താ. നിങ്ങൾ ഊട്ടിയിലൊക്കെ പോയവരാണ് എങ്കിൽ ഊട്ടിയിലേക്ക് ഒരു 30 കിലോമീറ്റേഴ്സും കൂടെ എൻ്റെ വീട്ടിൽ നിന്നുള്ളൂ. തമിഴ്നാട് കേരള ബോർഡറിലാണ് ഞാനിരിക്കുന്നത്. ഇതും കേരളത്തിൻ്റെ വേറൊരു ബോർഡറാണ്. അപ്പോൾ മലപ്പുറം കാസർഗോഡ് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്, എസ്പെഷ്യലി സംസാരത്തിൽ. ഞാൻ ഏകദേശം 8-9 വർഷങ്ങൾക്ക് മുൻപെയാണ് ആദ്യമായിട്ട് കാസർഗോഡ് ക്ലാസ് എടുക്കാൻ വരുന്നത്. അന്ന് എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ആദ്യമായിരുന്നു, പഠിച്ചോനെ ഞാൻ പറയണത് ഇവർക്ക് മനസ്സിലാവുമോ എന്ന്. കാരണം നമ്മളെ മലപ്പുറത്തിനൊരു പ്രത്യേക സ്ലാങ് ഉണ്ട്. സ്വാഭാവികമായും സംസാരിച്ച് ആ സംസാരത്തിനുള്ളിലേക്ക് ഇങ്ങനെ ആഴ്ന്നിറങ്ങുമ്പോൾ തനതായ ശൈലി കയറി വരും. കാസർഗോഡ് ശൈലി എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം മലപ്പുറം ശൈലി. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും തമ്മിൽ കണക്ഷൻ വരുമോ എന്നുള്ളൊരു ബേജാറുള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ട്രെയിനിൽ ഇരിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട നൗഷാദ് ഖാൻ്റെ അടുത്ത്, ഹസ്ബൻഡിൻ്റെ അടുത്ത് ചോദിച്ചു, അല്ല നൗഷാദ് ഖാ, ഞാൻ പറയണത് ഓൽക്ക് തിരിയോന്ന്. അപ്പം മൂപ്പര് പറഞ്ഞു, ഒന്നെങ്കിൽ ഓൽക്ക് തിരിയും, അല്ലെങ്കിൽ ഓല് നട്ടം തിരിയുന്ന്. നിങ്ങൾ നട്ടം തിരിയണുണ്ടോ? ഇല്ലല്ലോ അല്ലേ? നട്ടം തിരിയുന്നില്ല, മനസ്സിലാവുന്നുണ്ട് എന്നാണ് കരുതുന്നത്. ഇൻ കേസ് ഞാൻ പറയുന്ന എന്തെങ്കിലും ടേംസ്, വാക്കുകൾ നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ട് എങ്കിൽ യു ക്യാൻ ആസ്ക്.
എൻ്റെ അടുത്ത് പറയണം, ധൈര്യമായിട്ട് ചോദിക്കണം. അപ്പോഴേ എനിക്ക് ക്ലാരിറ്റി വരുത്താൻ പറ്റുള്ളൂ ഇൻഷാ അല്ലാ. പ്രിയപ്പെട്ടവരെ, സ്നേഹത്തിന് ഭാഷ ഇല്ലല്ലോ അല്ലേ? ഉണ്ടോ? സ്നേഹത്തിന് ഭാഷ അല്ലേ? സ്നേഹം അങ്ങ് സ്നേഹിച്ച് തുടങ്ങുമ്പോഴേ എന്തിനാ ഭാഷ? എന്തിനാണ് ഭാഷ? ആ സ്നേഹം ഇങ്ങനെ ഭാഷകളില്ലാതെ കണ്ണുകളിൽ നിന്നും കണ്ണുകളിലേക്ക് ഒഴുകുന്ന ഒന്നാണ്. നമുക്കത് മതി. അപ്പോ ആ സ്വസ്ഥതയിലേക്കും സമാധാനത്തിലേക്കും സംതൃപ്തിയിലേക്കും ഒക്കെ വരുമ്പോഴേ ഇവിടെ കുടുംബങ്ങൾ ഇങ്ങനെ ചേർന്നിരിക്കുമ്പോൾ അഷ്റഫുമാരും അഷ്റഫുമാരുടെ കുടുംബങ്ങളുമാണ് ഇവിടെ ഉള്ളത്. ഞാനും പുറത്തല്ല കേട്ടോ, അഷ്റഫ്മാരുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ തന്നെയാണ് ഞാൻ. എൻ്റെ നൗഷാദക്ക ഹസ്ബൻഡിൻ്റെ ഉപ്പയുടെ പേര് അഷ്റഫ് എന്നാണ്. പക്ഷെ ഉപ്പ കൂട്ടായ്മയിലൊന്നും ഇല്ല. അപ്പം അഷ്റഫ് കുടുംബത്തിലുള്ള ഒരാൾ തന്നെയാണ് എന്ന ഒരു ചാരിതാർത്ഥ്യത്തോട് കൂടിയിട്ട് തന്നെയാണ് നിങ്ങൾക്ക് മുൻപിൽ ഇങ്ങനെ നിൽക്കുന്നത്. അൽഹംദുലില്ലാ. അപ്പോൾ നമ്മുടെയൊക്കെ കുടുംബങ്ങളെ കുറിച്ച്, നമ്മുടെയൊക്കെ കുടുംബത്തിനുള്ളിലെ നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഈ സ്വസ്ഥതയെയും സമാധാനത്തെയും സംതൃപ്തിയൊക്കെ കുറിച്ചിട്ടാണ് ഇൻഷാ അല്ലാ സംസാരിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ഈ സമാധാനമുള്ള കുടുംബാന്തരീക്ഷത്തെ നമ്മളൊക്കെ കെട്ടിപ്പടുത്തുണ്ടാക്കുക? പലപ്പോഴും എൻ്റെ അനുഭവങ്ങളിൽ നിന്നും എനിക്ക് തോന്നാറുള്ള ഒരു കാര്യമാണ്, ഞാൻ എന്നോട് തന്നെ പറയാറുള്ള, ഞാൻ സ്വയം ഇങ്ങനെ ചിന്തിക്കാറുള്ള ചില കാര്യങ്ങളുണ്ട്. 9 വർഷങ്ങളായി ഞാൻ എൻ്റെ ക്ലിനിക്ക് ജീവിതം തുടങ്ങിയിട്ട്. എൻ്റെ മാതാപിതാക്കൾ എനിക്ക് നൽകിയ എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത, എന്നിൽ ഏൽപ്പിക്കപ്പെട്ട ചില ബാധ്യതാ പൂർത്തീകരണങ്ങളുണ്ട്. ഈ ബാധ്യതാ പൂർത്തീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഓരോ ദിവസവും എൻ്റെ ക്ലിനിക്കുകളിൽ ഞാൻ കാണുന്ന കുറേയേറെ മനുഷ്യന്മാർ, നമ്മളെ പോലെയുള്ള പച്ചയായ വികാര വിചാരങ്ങളുള്ള, മജ്ജയും മാംസവും ഒക്കെയുള്ള ഈ മനുഷ്യന്മാരെ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ഈ പ്രയാസങ്ങൾക്കൊക്കെ ഒരുമിച്ചിരുന്ന് പ്രയാസങ്ങളുടെ പരിഹാരം കണ്ടുപിടിച്ച് അതിലേക്ക് എത്തിച്ചേരുമ്പോൾ ഒടുവിൽ വൈകുന്നേരം ക്ലിനിക്ക് കടിച്ച് വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്ത് ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഇത്തരം അനുഭവങ്ങൾ, ഇത്തരം പ്രയാസങ്ങൾ, ഇത്തരം വേദനകൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കാൻ, എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കാൻ ഞാൻ എങ്ങനെയെല്ലാം ഒക്കെ ആയിത്തീരേണ്ടതുണ്ട്? അതുമല്ല എങ്കിൽ ഞാൻ എങ്ങനെയെല്ലാം ആവാതിരിക്കേണ്ടതുണ്ട് എന്ന വലിയ ചോദ്യം. അൽഹംദുലില്ലാ, ആ ചോദ്യത്തിൻ്റെ ഉത്തരം തന്നെയാണ് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിൻ്റെ അതേ പ്രാധാന്യത്തോടു കൂടിയിട്ട് ഇത്തരം സദസ്സുകൾ കാണുമ്പോൾ, എന്നെ പോലെയുള്ള മനുഷ്യരെ, കുടുംബാംഗങ്ങളെ കാണുമ്പോൾ പറയണമെന്നും ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റണമെന്നും ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ അനുഗ്രഹിക്കപ്പെട്ടവരാ. ഒരാൾക്കും ആഗ്രഹം ഉണ്ടാവില്ല സങ്കടവും വിഷമവും പ്രയാസമൊക്കെ ആയിട്ട് ജീവിക്കണമെന്ന്. എന്നാൽ നമുക്ക് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടാവോ എപ്പോഴും സങ്കടം വേണം, പ്രയാസം വേണം, ദുഃഖം വേണമെന്ന്? യഥാർത്ഥത്തിൽ അള്ളാഹിൻ്റെ പ്രവാചകൻ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ വേദനകളും, ഓരോ പ്രയാസങ്ങളും, ഓരോ കഷ്ടപ്പാടുകളും, ഓരോ യാതനകളും എന്തിനേറെ പറയുന്നു, ഒരു മുള്ളു കുത്തിയാ പോലും. നോക്കൂ, ഈ നടന്നു വരുന്ന സമയത്ത് എൻ്റെ ശരീരത്തിൽ ഒരു മുള്ളു കുത്തിയിട്ടുണ്ട് എങ്കിൽ എനിക്കത് വേദനയാണ്, എന്നിലത് പ്രയാസമാണ് ഉണ്ടാക്കുന്നത് എങ്കിൽ ആ കാരണം കൊണ്ട്, നീ അനുഭവിക്കുന്ന പ്രയാസം കൊണ്ട്, വേദന കൊണ്ട്, യാതന കൊണ്ട് നിന്റെ പാപങ്ങൾ പുറത്തു തരുന്നതാണ് എന്ന്. പ്രയാസം ഉണ്ടാവും. നമ്മളിൽ ആരാ പ്രയാസം അനുഭവിക്കാത്തവര്? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഈ കൂടിയ നമ്മൾ ഓരോരുത്തരും, ഞാനടക്കം, നെഞ്ചിൽ കൈവച്ച് ഇങ്ങനെ ആലോചിക്കുക, എൻ്റെ ജീവിതം 33ാമത്തെ വയസ്സ് റണ്ണിങ്ങാ. ഈ 33 വയസ്സ് സന്തോഷം മാത്രം, സംതൃപ്തി മാത്രം, സമാധാനം മാത്രം, അങ്ങനെ ജീവിച്ച ഒരു മനുഷ്യനെ ഭൂലോകത്ത് ഉണ്ടാവില്ല, ഒരു മനുഷ്യനെ ഭൂമിയിൽ ഉണ്ടാവില്ല. ഇങ്ങനെ സങ്കടങ്ങൾ ഉണ്ടാവുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോൾ, പ്രയാസങ്ങൾക്ക് മേൽ പിന്നെയും പിന്നെയും വേദനകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊക്കെ പലപ്പോഴും പറയാറുണ്ട്, പഠിച്ചോനെ എനിക്കിത് സഹിക്കാൻ പറ്റണില്ലല്ലോ എന്ന്. പഠിച്ചോനെ എനിക്ക് വേദന, എനിക്ക് പ്രയാസം, നീ നൽകിയ ഈ പരീക്ഷണം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് നമ്മൾ പറയുമ്പോൾ പടച്ചോന് സന്തോഷ വാർത്ത പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളോട് ഇങ്ങനെ പറയാ, അങ്ങനെ പറയരുത്.
നിനക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന്, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തുക, ഓരോ മനുഷ്യനും ഓരോ ആത്മാവിനും അവന് സഹിക്കാൻ കഴിയുന്ന, ആ മനുഷ്യന് സഹിക്കാൻ കഴിയുന്ന പരീക്ഷണങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്ന്. എന്നെ പഠിച്ചോ പരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഫർഹക്ക് സഹിക്കാൻ കഴിയുന്ന പരീക്ഷണേ പഠിച്ചോൻ തന്നിട്ടുള്ളൂ. എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന, എന്നെ കൊണ്ട് എന്നെ ആത്മാവിനും എൻ്റെ ശരീരത്തിനും സഹിക്കാൻ കഴിയുന്ന പരീക്ഷണയെ പഠിച്ചോൻ എനിക്ക് തന്നിട്ടുള്ളൂ. വീണ്ടും തളർന്നു പോവാതിരിക്കാൻ, വീണ്ടും പ്രതീക്ഷ നഷ്ടപ്പെടാതിരിക്കാൻ അതേ പഠിച്ചോന് പരിശുദ്ധ ഖുർആനിലൂടെ വീണ്ടും വീണ്ടും നമ്മളോട് പറയാ, പ്രയാസപ്പെടണ്ട കേട്ടോ, എല്ലാ പ്രയാസങ്ങളുടെയും കൂടെ ഒരു എളുപ്പമുണ്ട് കേട്ടോന്ന്. ഒരു തവണയല്ല 2 തവണ പറയാ അല്ലേ, ഇന്ന മഅൽ ഉസ്രി യുസ്രാന്ന്. 2 തവണ നമ്മളോട് പറയാണ്, എല്ലാ പ്രയാസങ്ങളുടെയും കൂടെ എളുപ്പമുണ്ട് കേട്ടോന്ന്. അതിൻ്റെ പിറകിലുള്ള മനഃശാസ്ത്രങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. പ്രയാസം മുഴുവൻ സഹിച്ച് എടങ്ങേറായി അതിൻ്റെ അറ്റത്തല്ല, അതിൻ്റെ എൻഡിലല്ല എളുപ്പം കൊണ്ടുപോയി വെച്ചിട്ടുള്ളത്. പ്രയാസങ്ങളുടെ കൂടെ തന്നെ എളുപ്പമുണ്ട് എന്ന് നമ്മളോട് പറഞ്ഞു. എന്താ പ്രയാസത്തിന്റെ കൂടെയുള്ള എളുപ്പം എന്നറിയോ? ഈ പ്രയാസങ്ങളൊക്കെ നമുക്ക് നന്മയാ. ഈ പ്രയാസങ്ങൾ കൊണ്ട് ഞാൻ ഒഴുക്കുന്ന ഓരോ കണ്ണുനീര് കൊണ്ടും, ഞാൻ അനുഭവിക്കുന്ന ഓരോ വേദന കൊണ്ടും, ഞാൻ അനുഭവിക്കുന്ന ഓരോ കഷ്ടപ്പാട് കൊണ്ടും പ്രിയപ്പെട്ടവരെ, അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാപങ്ങളെ പടച്ചോൻ പുറത്ത് തരാന്ന് പറയുമ്പോൾ ഒരു മുസ്ലിമിൻ്റെ കാര്യം അത്ഭുതമാണ് എന്നാ പറയണത്. അവന് സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും അത്ഭുത. സങ്കടം വന്നാലും സന്തോഷം വന്നാലും അത് പുണ്യമാണ് എന്നാ പറയണേ. സങ്കടം വന്നാൽ പറയും പടച്ചോനെ അൽഹംദുലില്ലാ. സങ്കടം വന്നാൽ നമ്മൾ പറയേണ്ട എന്താ? റബ്ബേ അൽഹംദുലില്ലാ, കാരണം എനിക്ക് ഇത്ര സങ്കടമല്ലേ ഉള്ളൂ, എനിക്ക് ഇത്ര സങ്കടമല്ലേ തന്നിട്ടുള്ളൂ. ഇതിനേക്കാളും സങ്കടം കൊടുത്ത മനുഷ്യന്മാർ ഭൂമിയിലില്ലേ? ഇതിനേക്കാളും പരീക്ഷിക്കപ്പെടുന്ന മനുഷ്യന്മാർ ഭൂമിയിലില്ലേ? എനിക്ക് ഇത്രയൊക്കെ തന്നില്ലേ പഠിച്ചോന് എന്ന് പറഞ്ഞുകൊണ്ട്, അതിൽ ക്ഷമ കൈക്കൊണ്ടുകൊണ്ട് അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ അത് ആ മുസ്ലിമിന്, ആ വിശ്വാസിക്ക് പുണ്യകർമ്മമാണ്. അതുപോലെ അവന് സന്തോഷം വരുമ്പോഴും, അവന് സന്തോഷം വരുന്ന സമയത്ത് അവൻ പറയാ അൽഹംദുലില്ലാ പഠിച്ചോനെ, ഇത്രയേറെ അനുഗ്രഹങ്ങൾ എനിക്ക് തന്നല്ലോ, ഇത്രയേറെ അനുഗ്രഹങ്ങൾ റബ്ബേ നീ എനിക്ക് തന്നല്ലോ എന്ന് അവിടെയും നമ്മൾ പറയും അൽഹംദുലില്ലാ. അതും ആ വിശ്വാസിക്ക് പുണ്യകരമാണ് എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ അനുഗ്രഹങ്ങളില്ലേ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കണേ. ഇവിടെ കൂടിയവരൊക്കെ അനുഗ്രഹിക്കപ്പെട്ടവരാ. എത്ര മനുഷ്യന്മാര് സ്റ്റേജിലിരിക്കുന്ന എന്നെ കാണുന്നുണ്ട്. ഈ ഞാൻ എത്രയേറെ മനുഷ്യന്മാരെ കാണുന്നുണ്ട്. എൻ്റെ പടച്ചോൻ തന്നതായി കാഴ്ചശക്തി, എൻ്റെ റബ്ബ് എനിക്ക് അനുഗ്രഹിച്ച് നൽകിയതായി കാഴ്ചശക്തി. നമ്മളിൽ എത്ര പേര് മനസ്സറിഞ്ഞ് കണ്ണാടിയിൽ നോക്കി റബ്ബേ ഈ കണ്ണ് തന്നതിന്, എൻ്റെ മക്കളെ കാണാന്, എൻ്റെ പ്രിയപ്പെട്ടവനെ കാണാന്, എൻ്റെ ഉമ്മാനെ ഉപ്പാനെ കാണാന്, ഈ ഭൂമിയിൽ നീ സംവിധാനിച്ചു വെച്ച എല്ലാ അത്ഭുതങ്ങളെയും കാണാന് പഠിച്ചോനെ എനിക്ക് നീ കണ്ണ് തന്നല്ലോ, എനിക്ക് നീ കാഴ്ച ശക്തി തന്നല്ലോ എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാ നമുക്ക് പറയാൻ പറ്റണം. അപ്പൊ നമുക്ക് സങ്കടമൊന്നും ഉണ്ടാവില്ല എന്ന് ഇല്ലേ? നമ്മളെ സങ്കടങ്ങളൊക്കെ വരുന്നത് എവിടുന്നാ? ഓളെ വീട്ടില് 2 തട്ടുള്ള ഫ്രിഡ്ജ് ഉണ്ട്, എൻ്റെ വീട്ടില് 1 തട്ടുള്ള ഫ്രിഡ്ജേ ഉള്ളൂ. ഓളെ വീട്ടില് വലിയ കാറുണ്ട്, എൻ്റെ വീട്ടില് ചെറിയ കാറേ ഉള്ളൂ. അല്ലെങ്കിൽ ഓളെ വീടിന് 3 നിലയുണ്ട്, എൻ്റെ വീടിന് 2 നിലയേ ഉള്ളൂ. നിങ്ങൾ ആലോചിച്ചോക്കെ, ഇതല്ലേ നമ്മുടെ പ്രയാസങ്ങൾക്ക് പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്? അങ്ങനെ ആലോചിക്കാതിരിക്കണമെങ്കിൽ എനിക്ക് എന്തെല്ലാം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ആലോചിക്കണം. എനിക്ക് എൻ്റെ റബ്ബ് എന്തെല്ലാം തന്നു എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. ഇത്രയേറെ അനുഗ്രഹങ്ങളാൽ, ഇത്രയേറെ അനുഗ്രഹങ്ങൾ പടച്ചോന് നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. പക്ഷേ ഉണ്ടല്ലോ, ഈ അനുഗ്രഹങ്ങളൊക്കെ എത്ര അനുഗ്രഹങ്ങളാണ്. ഒരു പക്ഷേ സമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരുണ്ട്, പേരും പ്രശസ്തിയും കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരുണ്ട്, സ്ഥാനമാനങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരുണ്ട്. ഇതൊക്കെ പടച്ചോൻ നൽകുന്ന വലിയ അനുഗ്രഹങ്ങളാ. സമ്പത്ത്, പേര്, പ്രശസ്തി, സ്ഥാനമാനങ്ങള്, ആരോഗ്യം, ഇതൊക്കെ പടച്ചോൻ തരുന്ന അനുഗ്രഹങ്ങളാ. പക്ഷേ ഉണ്ടല്ലോ,
ഈ അനുഗ്രഹങ്ങളൊക്കെ അള്ളാഹു നൽകിയ അതേ അർത്ഥത്തിലും ആഴത്തിലും എനിക്കും ഇങ്ങക്കും ആസ്വദിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിലേ, അതുപോലെ വലിയ വീടൊക്കെ തന്ന് സുഖ സൗകര്യങ്ങളൊക്കെ തന്ന് വലിയ വണ്ടിയൊക്കെ തന്ന് ഇഷ്ടംപോലെ സമ്പത്തൊക്കെ തന്ന് നല്ല പേരുണ്ട്, പ്രശസ്തിയുണ്ട്, സ്ഥാനവും മാനമൊക്കെ ഉണ്ട്, നല്ല ആരോഗ്യമുണ്ട്, ഇഷ്ടംപോലെ സമയമുണ്ട്, എല്ലാം കൊണ്ടും പഠിച്ചവനെ അനുഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ നൽകപ്പെട്ട അതേ അർത്ഥത്തിലും ആഴത്തിലും എനിക്കും ഇങ്ങക്കും ആസ്വദിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മളെ ചുറ്റുമുള്ള മനുഷ്യന്മാരില്ലേ, നമ്മൾ ആസ്വദിക്കുന്ന നമ്മുടെ മനുഷ്യന്മാര്, അതുപോലെ നമ്മളെ ആസ്വദിക്കുന്ന നമ്മുടെ മനുഷ്യന്മാര്, കുടുംബം എന്ന് വിളിക്കുന്ന, കൂടുമ്പോൾ ഇമ്പം പകരുന്നത് എന്ന അർത്ഥം വിളിക്കുന്ന, പരിശുദ്ധ ഖുർആനില് ഭൂമിയിൽ ഏറ്റവും സമാധാനമുള്ള ഇടം എന്ന അർത്ഥം വരുന്ന മസ്കൻ എന്ന വാക്കുകൊണ്ട് പടച്ചോൻ വിളിക്കപ്പെട്ട നമ്മുടെ വീടില്ലേ, നമ്മുടെ കുടുംബം ഇല്ലേ, ആ കുടുംബത്തിൽ ഓരോ മനുഷ്യന്മാരുമില്ലേ, ആ മനുഷ്യന്മാര് തമ്മിലുള്ള ബന്ധമില്ലേ, ആ ബന്ധം ഏറ്റവും നല്ലതാവണം, ആ ബന്ധം ഏറ്റവും സന്തോഷവും ഏറ്റവും സമാധാനവും ഏറ്റവും സംതൃപ്തി നിറഞ്ഞതുമായി തീരുന്നുണ്ടോ എങ്കിൽ മാത്രമേ പടച്ചോൻ നൽകിയ ഓരോ അനുഗ്രഹങ്ങളും നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അനുഭവമാണ്. ക്ലിനിക്കിൽ വരും. നമ്മുടെ നാട്ടിൽ കിട്ടാവുന്ന ഏറ്റവും ലക്ഷൂറിയസ് ആയിട്ടുള്ള വണ്ടിയില്, നമ്മളെ നാട്ടിൽ കിട്ടാവുന്ന ഏറ്റവും ലക്ഷൂറിയസ് ആയിട്ടുള്ള വണ്ടിയില് ക്ലിനിക്കിൽ മനുഷ്യന്മാര് വരും. എന്തിനാന്നറിയോ? ആ വണ്ടിയിൽ ഇരിക്കുന്നുണ്ട്, റോഡറിയാതെ ശരീരമറിയാതെ ആ വണ്ടിയിൽ യാത്ര ചെയ്യുന്നുണ്ട്. ആ വാഹനത്തെക്കാളും സൗകര്യമുള്ള വീട്ടിലാണ് കിടന്നുറങ്ങുന്നത്. കൊട്ടാര തുല്യമായ ആ മന്ദിരത്തിൽ ഉറങ്ങുമ്പോഴും എല്ലാ സുഖലോലുപതകളും വീട്ടിൽ ഉണ്ടാവുമ്പോഴും അതൊന്നും ആസ്വദിക്കാൻ കഴിയുന്നില്ല. ഡോക്ടറെ ഒരു സ്വസ്ഥത ഇല്ല കേട്ടോ, ഡോക്ടറെ ഒരു സമാധാനം ഇല്ല കേട്ടോ, ഒരു സന്തോഷവും ഇല്ല കേട്ടോ. പൊരയില് സന്തോഷവും സമാധാനവും സംതൃപ്തിയും ഇല്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ ഇതൊന്നും ആസ്വദിക്കുവാനും സാധിക്കുകയില്ല. അതുകൊണ്ട് കിടന്നുറങ്ങുന്നത് ഒരു പക്ഷേ മഴയും വെയിലും കൊള്ളാതെ നമ്മെ സഹായിക്കുന്ന, മേൽക്കൂര ഒരു പക്ഷെ ഓലമേഞ്ഞതോ ആയ ചെറിയൊരു കൂരയിലായിക്കോട്ടെ, സുഖലോലുപതകൾ ഒന്നുമില്ലാത്ത, സൗകര്യങ്ങൾ ഒന്നുമില്ലാത്ത ചെറ്റക്കുടിലായിക്കോട്ടെ, രാത്രി കിടന്നുറങ്ങുമ്പോഴേ സ്ലീപ്പിംഗ് പിൽസോ ആന്റി ഡിപ്രസൻസോ ഉറക്ക ഗുളികകളോ കഴിക്കാതെ കിടന്ന് അരമണിക്കൂറിൻ്റെ ഉള്ളില് ഗാഠമായ ഉറക്കത്തിലേക്ക് വീണു പോവാൻ എനിക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ നിർബന്ധമായി ഞാൻ പറയണം, അൽഹംദുലില്ലാ, എൻ്റെ ബന്ധങ്ങൾ ഓരോന്നും ഊഷ്മളമാണ്, എനിക്ക് സമാധാനമുണ്ട്. അതിനെയാണ് മസ്കൻ എന്ന് പേരിട്ട് വിളിച്ചത്. അത് കൊട്ടാരാവണമെന്നില്ല, അത് ചെറ്റക്കുടിലായിക്കോട്ടെ, അവിടെയുള്ള മനുഷ്യന്മാർക്കിടയില് സ്നേഹമുണ്ട് എങ്കില്, മനസ്സിലാക്കലുകൾ ഉണ്ട് എങ്കില്, പരസ്പരം പങ്കുവെക്കലുകൾ ഉണ്ട് എങ്കില്, പരസ്പരം ബഹുമാനമുണ്ട് എങ്കില്, പ്രിയപ്പെട്ടവരെ ഉറക്കം വരും. കൗൺസിലിങ്ങിന് പോണ്ടി വരൂല, മരുന്ന് കുടിക്കേണ്ടി വരൂല, ചികിത്സിക്കേണ്ടി വരൂല. ബന്ധങ്ങളെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോഴേ അല്ലാഹു ബന്ധത്തെ സൃഷ്ടിച്ചു കഴിയാണോ? സൃഷ്ടിപ്പിനൊടുവില് ബന്ധം ചോദിച്ചു, പടച്ചവനോട് ചോദിക്കുക, അള്ളാഹുവിനോട് ചോദിക്കുന്ന സന്ദർഭം വിവരിക്കുന്നുണ്ട്. ഞാൻ മുറിക്കപ്പെടുമോന്ന് പടച്ചവനോട് ആദിയിൽ ചോദിക്കുകയാണ് ബന്ധം. അള്ളാഹുവേ, ഞാൻ മുറിക്കപ്പെടുമോന്ന്. പടച്ചവൻ കൊടുത്ത മറുപടി എന്താണെന്നറിയോ? നീ മുറിക്കപ്പെട്ടവരുമായി, നിന്നെ മുറിച്ചവരുമായി ഞാനും ബന്ധം മുറിക്കുന്നതാണ്. അതേസമയം നിന്നെ ഊട്ടിയുറപ്പിക്കുന്നവരുമായി ഞാനും ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതാണ് എന്ന്. ഇനി ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം, ഡിജിറ്റലൈസ്ഡ് യുഗത്തിൽ ജീവിക്കുന്നവരാ നമ്മളൊക്കെ. റോബോട്ടിക്സ് യുഗമാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ എന്താണ് കുടുംബ ബന്ധങ്ങളുടെ, ഇത്തരം കൂട്ടായ്മകളുടെ പ്രാധാന്യമെന്ന് നമ്മളൊക്കെ ചിന്തിക്കേണ്ടതിൻ്റെ ഒരു പ്രാധാന്യം കഴിഞ്ഞ ദിവസം, ഇന്നലെ എന്നെ ചിന്തിപ്പിച്ച ഒരു വിഷയം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അവിടെ ഇല്ലേ? അഷ്റഫ്കമാരെ എല്ലാവരും ഉണ്ടല്ലോ അല്ലേ? ബീവിമാരും ഉമ്മമാരൊക്കെ അവിടെ ഇല്ലേ? ഹൈ, ഉറങ്ങിയോ?
ഉറങ്ങിയോ സുന്ദരികൾ? ഞങ്ങളൊക്കെ ഉറങ്ങിയോ? ഉമ്മമാരാണ് കേട്ടോ നമ്മളെ സുന്ദരികൾ. ഇന്നത്തെ സെന്റർ ഓഫ് അട്രാക്ഷൻ അവരാണ്. എല്ലാരും ഇല്ലേ? ഒന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കൈ വെക്കൂ എല്ലാരും. ആ, വെരി ഗുഡ്, വെരി ഗുഡ്, നൈസ്. ഓക്കെ, ഫൈൻ. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ തന്നെ ഒരു വീഡിയോ കണ്ടു. വളരെ റാൻഡം ആയിട്ട് ഒരു വീഡിയോ, ഒരു ഷോർട്ടാണെന്ന് തോന്നുന്നു, റീൽ എന്തോ ആണെന്ന് തോന്നുന്നു. ആ റീല് വേറെ ആരോ ഇട്ടൊരു റീലാണ്. ഞാൻ വളരെ സെൻസേഷണലായ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഈയിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മുടെയൊക്കെ ബെഡ്റൂമുകളിലും നമ്മുടെയൊക്കെ ലിവിങ് റൂമുകളിലും നമ്മുടെയൊക്കെ ഗാഡ്ജറ്റ്സിലും മൊബൈൽ ഫോണിലും ഒക്കെ വളരെ സെൻസേഷണലായ ഒരു ടോപ്പിക്, അഥവാ സ്വവർഗരതിയുമായി ബന്ധപ്പെട്ട, ലെസ്ബിയനിസവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സബ്ജക്റ്റ്. ആ പേര്, ആ രണ്ട് പെൺകുട്ടികളുടെ പേര് നമുക്കൊക്കെ അറിയാം. ഇവരുടെ പേരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഒരു ഇസത്തെക്കുറിച്ച്, ലെസ്ബിയനിസം എന്ന് പറയുന്ന ഒരു തിയറിയെ കുറിച്ച്, ആ ഒരു മാനസിക രോഗത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ടിപ്പിക്കലി അതൊരു രോഗമാണ്, അതൊരു രോഗാവസ്ഥ തന്നെയാണ്. അതിന് ചികിത്സിക്കുകയും വേണം. ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സമൂഹത്തെ മുഴുവനായും പടച്ചോൻ നശിപ്പിച്ചത് തന്നെ ഈ ഒരൊറ്റ തിന്മയുടെ പേരിലാണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച്, അതിന് ചികിത്സ നൽകേണ്ട, ഒരു പക്ഷെ ആ ചിന്താഗതി ഈ വിധം നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ അടുത്ത ജനറേഷൻ ആവുന്ന നാളെയുടെ വാഗ്ദാനമായി മാറേണ്ട നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ ഹൃദയത്തിൽ വളരെ നോർമലായ ഒരു കാര്യമായി മാറിയാൽ ഉണ്ടാവാൻ പോകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് ഇവിടെയും പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാ വേദികളിലും അത് പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം എടുത്തുകൊണ്ട് ഏതോ ഒരാള് ഈ പെൺകുട്ടികളുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഒരു വീഡിയോ, ഒരു റീൽ എന്തോ ഇറക്കിയിട്ടുണ്ട്. ഞാൻ വെറുതെ ആ റീൽ കാണുന്നതിൻ്റെ ഇടയിൽ അതിൻ്റെ താഴെയുള്ള കമൻസ് ഒന്ന് വായിച്ചു നോക്കി. സാധാരണ വായിച്ചു നോക്കാറില്ല, വായിക്കാൻ സമയം കിട്ടാറില്ല എന്നുള്ളതാണ് സത്യം. എന്താണ് ഇന്നത്തെ നമ്മുടെ ന്യൂ ജനറേഷൻ കുട്ടികളുടെ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസ് ഉപയോഗിക്കുന്ന മനുഷ്യരുടെ മാനസികാവസ്ഥ, മെന്റാലിറ്റി എന്നറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയതാ. പ്രിയപ്പെട്ടവരെ, എന്നെ അത്ഭുതപ്പെടുത്തിപ്പോയി. കാരണം ആ വീഡിയോയുടെ താഴെ ആ ഒരു മാനസികാവസ്ഥയെ, വിഷം നിറഞ്ഞ ആ ചിന്താഗതിയെ പ്രതികൂലിക്കുന്ന 2-3 ആളുകൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എന്താണ് ആ ചിന്താഗതിക്ക് പ്രശ്നം? അങ്ങനെ ചിന്തിച്ചാൽ എന്താ പ്രശ്നം? ആണും പെണ്ണും കല്യാണം കഴിച്ച് ജീവിക്കുന്നില്ലേ? അങ്ങനെയെങ്കിൽ പെൺകുട്ടിയും തമ്മിൽ കല്യാണം കഴിച്ചാൽ എന്താ പ്രശ്നം? ആണും തമ്മിൽ കല്യാണം കഴിച്ചാൽ എന്താ പ്രശ്നം? ഇനി കല്യാണം കഴിച്ചോ കഴിക്കാതെയോ അവരൊരുമിച്ച് ജീവിച്ചാൽ എന്താ പ്രശ്നം? ഈ ഡോക്ടർക്കാണ് ഭ്രാന്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ താഴെ ഇട്ട കമൻറ്റുകൾ കണ്ടപ്പോൾ ഞാൻ ഓർത്തു പോയ ഒന്ന്, ഒരു പക്ഷേ മതഭ്രാന്താണെന്ന് പറഞ്ഞിട്ടൊക്കെ കളിയാക്കിയവർ പല രൂപത്തിലും അവരുടെ മാനസികാവസ്ഥയ്ക്ക് അനുസരിച്ച് അതിൻ്റെ അടിയിൽ പലതരത്തിലുള്ള കമൻസ് ഇട്ടിട്ടുണ്ട്. എന്നെ ചിന്തിപ്പിച്ചത് എന്താണെന്നറിയോ? ഇത് ഒരു മതത്തിന് വേണ്ടിയല്ല പ്രിയപ്പെട്ടവരെ സംസാരിക്കുന്നത്. ഇതൊരു ആദർശത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു ഒറ്റയായ ഒരു ഐഡിയോളജിക്ക് വേണ്ടിയിട്ടോ അല്ല സംസാരിക്കുന്നത്. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, ഒരു 1000 കമൻസ് അതിൻ്റെ താഴെ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ വെറും 8-10 ആളുകൾ മാത്രമാണ് ഈ ചിന്താഗതിയെ നമ്മുടെ ജനറേഷനിൽ നിന്നും മക്കളിൽ നിന്നും ഇല്ലാതെയാക്കണമെന്ന് പറയുന്നത്. ബാക്കി 980 ആളുകളും ഇതിനെ പ്രതികൂലിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഈ ചിന്തയെ അനുകൂലിക്കുന്നവരാണ് എങ്കിൽ നമ്മുടെ സമൂഹം നാളെ എന്തായിത്തീരും? നമ്മുടെ സമൂഹം നാളെ എന്തായിത്തീരും? കാരണം പെണ്ണും കല്യാണം കഴിക്കുന്നത് ഒരു സാധാരണ പ്രോസസ്സായി മാറും. ആൺകുട്ടിയും ഒരുമിച്ച് ജീവിക്കുന്നത് ഒരു സാധാരണ കാര്യമായി തീരും. നാളെ ഇവര് പറയും, എന്താപ്പോ 10 വയസ്സായി 10 വയസ്സിന് താഴെയുള്ള കുട്ടീൻ്റെ കൂടെ ജീവിക്കുന്നതിന്? എന്താപ്പോ 80 വയസ്സ് കഴിഞ്ഞ പ്രായമായ പെണ്ണിനോടോ ആണിനോടോ ഇഷ്ടം പങ്കുവെക്കുന്നതിന്? ഒരുപക്ഷെ അവര് പറയും, എന്താപ്പോ മൃഗങ്ങളോട് സ്നേഹം പങ്കുവെക്കുന്നതിന്? അപ്പൊ ഇതിനെയൊക്കെ സാധാരണവൽക്കരിക്കപ്പെടുന്ന, ഇതിനെയൊക്കെ നോർമലൈസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തൂലേ? നമ്മൾ എത്തപ്പെടൂലേ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇവിടെ ഇന്ന് കൂടിയിരിക്കുന്നവരിൽ പോലും ഇതിനെ അനുകൂലിക്കുകയും പ്രതികൂലിക്കുകയും ചെയ്യുന്നവരുണ്ടാവാം. ഇത് തന്നെയാണ് നമ്മൾ മാതാപിതാക്കള്,
ആലോചിച്ച് നോക്കി, ആ കുട്ടികളൊക്കെ നമ്മുടെയൊക്കെ ലിവിങ് റൂമിലൊക്കെ ആഘോഷിക്കപ്പെട്ടിട്ടുണ്ടാവാം, ഒരുപാട് ആരാധകരൊക്കെ ഉണ്ടാവാം. ആ മക്കളെ വളർത്തി വലുതാക്കിയ ഒരു ഉമ്മയും ഉപ്പയുണ്ട് വീട്ടില്. നമ്മളെ പോലെയുള്ള മാതാപിതാക്കളാ അല്ലേ? നമ്മളെ പോലെയുള്ള മാതാപിതാക്കളാ. ആ വീഡിയോയുടെ താഴെ ചിലരൊക്കെ വന്ന് എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്, ഡോക്ടർക്കും ഇതുപോലെയുള്ള മക്കൾ ഉണ്ടാവണേ എന്ന്, ഡോക്ടർക്കും ഇതുപോലെയുള്ള മക്കളെ കൊടുക്കണേ എന്ന് പറഞ്ഞിട്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു പോയവരൊക്കെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനത്തെ മക്കളെ തന്നാല് ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ ശ്രമിക്കും, അവരെ തിരുത്താൻ ശ്രമിക്കും, അവരെ മാറ്റം വരുത്താൻ ശ്രമിക്കും, അവരുടെ ഉള്ളില് ധാർമ്മികതയുടെ മൂല്യങ്ങൾ ഇട്ടുകൊടുക്കാൻ ശ്രമിക്കും. ആ പരിശ്രമത്തിനൊടുവിലും അവർ നേർപാതയിലേക്ക് വന്നിട്ടില്ല എങ്കിൽ നൂഹ് നബി 950 വർഷക്കാലം പ്രബോധനം നടത്തിയത്. 950 വർഷക്കാലം പ്രബോധനം ചെയ്തിട്ടും പൊന്നുമോന് തൗഹീദിന്റെ വഴിയിലേക്ക് വന്നിട്ടില്ല. അപ്പോഴും വാപ്പ വിളിച്ചത് എന്താണെന്നറിയോ? പൊന്നുമോനെ, വാപ്പയുടെ കൈ പിടിച്ച് കയറി വാ. അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം കപ്പലുണ്ടാക്കി രക്ഷപ്പെടാൻ ഒരുങ്ങുമ്പോഴും പൊന്നുമോനോട് പറയുന്നത്, മോനെ വാപ്പയുടെ കൈ പിടിച്ച് കയറി വാ എന്നാണ്. അവസാന നിമിഷം വരെ നമ്മൾ പ്രതീക്ഷയോടെ നമ്മൾ പ്രയത്നിക്കുമെന്നതാണ് പ്രിയപ്പെട്ടവരെ. അതാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അതാണ് ഈ കൂട്ടായ്മയിലൂടെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി എടുക്കേണ്ടത്. നമ്മുടെയൊക്കെ പ്രതീക്ഷകള്, നമ്മുടെയൊക്കെ കിനാവ്, സ്വപ്നങ്ങള്, ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയ നിക്ഷേപം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മളെ കുട്ടികളാ, നമ്മുടെ മക്കളാണ്. നമ്മുടെ സ്വപ്നങ്ങളുടെയും കിനാവുകളുടെയും പ്രതീക്ഷകളുടെയും ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ആ മക്കൾ ഇത്തരം ചിന്താഗതിയുടെ പിന്നാലെ പോവുകയാണ് എങ്കിൽ, ആ മക്കൾ ഇത്തരം ഇസങ്ങളുടെ, ഇത്തരം തിയറികളുടെ പിന്നാലെ പോവുകയാണ് എങ്കിൽ നാളെ സമൂഹമില്ല, നാളെ മനുഷ്യനില്ല, മനുഷ്യന്റെ നിലനിൽപ്പേ ഇല്ലാതെയാവുന്ന സാഹചര്യത്തിലേക്ക് എത്തൂലേ? ആർക്കും എവിടെയും എങ്ങനെയും എന്തും ചെയ്യാമെന്ന സ്വാതന്ത്ര്യത്തിലേക്ക് മനുഷ്യൻ എത്തൂലേ? അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മതവും ഇല്ല എങ്കിലും, ഒരു മതത്തിനെയും കൂട്ടുപിടിക്കുന്നില്ല എങ്കിലും പ്രിയപ്പെട്ടവരെ, സെൽഫ് കൺട്രോൾ ഈസ് ദ കീ ഓഫ് സക്സസ് എന്നാണ് സാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രശസ്തനായ ഒരു സയന്റിസ്റ്റ് പറയുന്നത്. അയാൾ ഒരു മുസ്ലിം ഒന്നല്ല. അയാളുടെ ലോക പ്രശസ്തമായ ഒരു ബുക്കുണ്ട്, സാൻഫോർഡ് ആൻഡ് മാഷ്മെല്ലോ തിയറി എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു പുസ്തകം. ആ പുസ്തകത്തിന്റെ കോട്ട് തന്നെ ഇതാ: സെൽഫ് കൺട്രോൾ ഈസ് ദ കീ ഓഫ് സക്സസ്. സെൽഫ് കൺട്രോൾ ആണ്, നിയന്ത്രണമാണ്, നമ്മൾ സ്വയം നിയന്ത്രിക്കുക എന്നതാണ് വിജയത്തിന്റെ താക്കോൽ എന്ന്. അതുകൊണ്ട് എവിടെയും നിയന്ത്രണം വേണം. എൻ്റെ ചിന്തയിൽ എനിക്കിപ്പോ എന്താണോ തോന്നുന്നത് ഞാൻ അതങ്ങ് ചെയ്യാൻ ഒരുങ്ങിയാൽ, നിങ്ങൾ ആലോചിച്ച് നോക്കി ഭൂമിയിൽ എന്തൊക്കെ സംഭവിക്കാന്ന്. ഇവിടെ ക്ലാസ് എടുക്കുന്നു, സ്റ്റേജിൽ നിങ്ങളൊക്കെ വളരെ മാന്യമായിട്ട് സ്റ്റേജിൽ ചെയർസിൽ ഇരിക്കുന്നു. തോന്നിയ പോലെയാണെങ്കിൽ എനിക്കിവിടെ ക്ലാസ് എടുക്കാൻ പറ്റൂല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇവിടെ ഒരു നിയമമുണ്ട്, ഒരു റൂളുണ്ട്, നമ്മളൊക്കെ കീപ്പ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്, അതെല്ലായിടത്തും ഉണ്ടാവും. അതൊക്കെ തന്നെയാണ് മനുഷ്യന്റെ ജീവിതത്തിലും ഉണ്ടാവേണ്ടത് എന്ന് നമ്മൾ പറയുമ്പോൾ അതിനെ പ്രതികൂലിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട് ഇവിടെ. ആ മനുഷ്യന്മാർക്കിടയിലാ നമ്മളെ കുട്ടികളെ വളർത്തുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നാളെ എൻ്റെ ആൺകുട്ടി വന്നിട്ട് ഉമ്മ ഞാൻ ആണല്ലോ പെണ്ണാണ് എന്ന് പറയുമ്പോ, അല്ലെങ്കിൽ ഉമ്മ ഞാനൊരു ആണിനെ കല്യാണം കഴിക്കാൻ പോവാട്ടോ എന്ന് പറയുമ്പോ, പ്രിയപ്പെട്ടവരെ, എൻ്റെ ബാധ്യതയല്ലേ മോനെ, ഇത് ഹറാമാണ്, ഇത് തെറ്റാണ്, പടച്ചവനടുത്ത് ശിക്ഷ കിട്ടും എന്ന് പറയല്ല എൻ്റെ ആദ്യത്തെ ബാധ്യത. എൻ്റെ രണ്ടാമത്തെ ബാധ്യത എന്താണെന്നറിയോ? ഇത് ബയോളജിക്കലി ഇങ്ങനെ ഇല്ല എന്ന് പറഞ്ഞു കൊടുക്കല, സയന്റിഫിക്കലി ഇങ്ങനെ ഒരു ചിന്തയില്ല എന്ന് പറയലാണ് പ്രിയപ്പെട്ടവരെ ആസ് എ ഡോക്ടർ എൻ്റെ ജോലി, എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതുകൊണ്ട് മക്കളെ വളർത്തുന്ന ഉമ്മമാരും വാപ്പമാരും നമ്മൾ ഓരോരുത്തരും വളരെ ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. കാരണം ഈ റീൽസിലും ഷോർട്സിലും ഒക്കെ കാണുന്നത് ഇത്തരം തിയറികളാ. 2, 3, 4, 5 തവണ ഒരേ കാര്യം കാണുമ്പോ അവരുടെ തലച്ചോറിനുള്ളില്, ന്യൂറോൺസിന്റെ ഉള്ളിൽ ഇമ്പൾസസ് ഇംപ്രിന്റ് ആവുകയാണ്. നാഡീവ്യവസ്ഥയ്ക്കുള്ളില് അവിടെയുള്ള ഇമ്പൾസുകൾ അവിടെ ഇംപ്രിന്റ് ആയി അത് സ്ഥായിയായി മാറി. അതെ, അപ്പൊ അങ്ങനെ തന്നെയാണല്ലേ. പിന്നെ അവരെ കൊണ്ട് ചിന്തിപ്പിക്കുക, യെസ് ഇത് തന്നെയാണ് കറക്റ്റ്, ഇത് തന്നെയാണ് ശരിയായ കാര്യം. മറിച്ചൊന്നും അവർ കാണുന്നില്ല. നമ്മൾ ഫീഡിൽ എന്താണോ കാണുന്നത്, എന്താണോ 1, 2 തവണ കണ്ടത്, അത് തന്നെയാണ് നെക്സ്റ്റ് ടൈം നോട്ടിഫിക്കേഷൻ ആയിട്ട് വരിക. അതാണ് സോഷ്യൽ മീഡിയാസിന്റെ അൽഗോരിതം എന്ന് പറയുന്നത്.
അതിനെ മറിച്ച് പറഞ്ഞു കൊടുക്കാനുള്ളത് ആരാന്നറിയോ? പൊരയിലുള്ള ഉമ്മയും വാപ്പയും മാത്ര. അതിനെ തിരുത്തി പറഞ്ഞു കൊടുക്കാനുള്ളത് നമ്മൾ മാത്രമാണ് പ്രിയപ്പെട്ടവരെ. അതിന് മതത്തിനെ കുറ്റം പറയണ്ട. മതത്തിനെ കൂട്ടുപിടിച്ചിട്ടില്ല എങ്കിലും മനുഷ്യകുലത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ധാർമ്മികത ഒരു മതത്തിന് മാത്രമുള്ളതല്ല, എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ് ധാർമ്മിക മൂല്യങ്ങൾ. ആ ധാർമ്മിക മൂല്യങ്ങളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അതിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ഉപദേശിച്ചുകൂടെ? വളരെ അവസരോചിതമായി ഞാനിവിടെ പറഞ്ഞു പോയതാണ്. ഇന്നും ട്രെയിനിൽ വെച്ച് ഞാൻ ഈ വീഡിയോ കണ്ട സമയത്ത് ഭയങ്കര സങ്കടം തോന്നിയത്. കാരണം ഒരു മതത്തിന്റെ പേരിലല്ല പ്രിയപ്പെട്ടവരെ, മനുഷ്യനാണോ? ഇത്തരം തിയറികൾ ആ മനുഷ്യന്റെ നിലനിൽപ്പിന് ഒരിക്കലും അനുയോജ്യമല്ല എന്നത് അതെവിടെയും പറയും, ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോ നമ്മളെ കുടുംബം ഒന്നുകൂടെ നമ്മളുടെയൊക്കെ കുടുംബങ്ങളിലേക്ക് വരിക പ്രിയപ്പെട്ടവരെ. ഈ സ്വസ്ഥതയും സമാധാനവും ഒക്കെ നമുക്ക് വേണ്ടത് വീട്ടിലൊരൊറ്റ അംഗം, ഒരൊറ്റൊരാള് ഒന്ന് വഴിമാറിപ്പോയാൽ മതി. എല്ലാ സ്വസ്ഥതയും പോയി, എല്ലാ സമാധാനവും പോയി. ഈ കണ്ടതൊന്നും ആസ്വദിക്കാൻ പിന്നെ പറ്റൂല. അതുകൊണ്ട് ഈ മനുഷ്യരൊക്കെ പരാതി പറയണതാ, ഡോക്ടറെ വീട്ടിൽ സ്വസ്ഥതയില്ല, സമാധാനമില്ല, സന്തോഷമില്ല, സംതൃപ്തി ഇല്ല എന്ന്. ഈ 4 സാകളും എനിക്ക് കാണാപ്പാടാട്ടോ കേട്ട്. സന്തോഷവും സമാധാനവും പിന്നെന്താ സംതൃപ്തിയും. സന്തോഷവും സമാധാനവും സംതൃപ്തി എൻ്റെ വീട്ടിലില്ല എന്ന് പറഞ്ഞ് ഈ 4 സാകൾ, ഈ 3 സാകൾ എനിക്ക് ബൈഹാട്ടാ. പക്ഷെ ഉണ്ടല്ലോ ഒരു കാര്യം എളുപ്പാ, പരാതി പറയുന്ന മനുഷ്യന്മാര് തന്നെ അതിൻ്റെ പരിഹാരം കൂടി പറഞ്ഞു തരും. സ്വസ്ഥതയും സമാധാനവും സന്തോഷവും സംതൃപ്തി ഇല്ല എന്ന് പറയുന്ന ഈ മനുഷ്യന്മാര് എൻ്റെ അതിൻ്റെ പരിഹാരം കൂടി ചേർത്ത് പരാതിയോടൊപ്പം പറഞ്ഞുതരും. പരിഹാരം എന്താണെന്നറിയോ? അതുകൊണ്ട് നിങ്ങള് ഇവളെ ഒന്ന് നന്നാക്കി തരുമോന്ന്, അതുകൊണ്ട് നിങ്ങള് ഓനെ ഒന്ന് നന്നാക്കി തരുമോന്ന്. കാസർഗോഡും ഓള് ഓന് തന്നെയല്ല പറയാ, അല്ലേ? ഇവിടെ ഉള്ളത് കോളുകളല്ലേ? ഇന്നലെ ഓള്, അവൾ, പച്ചയായ മലയാളത്തില് പറയണമെന്നുണ്ടെങ്കിൽ ശുദ്ധമായ മലയാളത്തിൽ അവൾ, അവൻ, അങ്ങനെ തന്നെയല്ലേ പറയാ. ഞങ്ങള് മലപ്പുറത്ത് കൊളോക്കിയലി ഓള് ഓന് എന്നാ പറയാ. അപ്പോ ഈ നാട്ടുമ്പുറത്തുകാരൊക്കെ വന്നിട്ട് പറയും, ഡോക്ടറെ ഈ സ്വസ്ഥതയൊന്നും ഇല്ലാത്തോണ്ടേ നിങ്ങൾ ഓളെ നന്നാക്കി തരുമോന്ന് ഓനും പറയും, ഓനെ നന്നാക്കി തരുമോന്ന് ഓളും പറയും. അപ്പൊ എനിക്ക് എളുപ്പമായി, എന്റെ പണി എളുപ്പമായി. കാരണം എന്താ? ഓളും ഓനും അങ്ങ് നന്നായാ പോരെ. ഇത് ഫാനും മിക്സിയും ഒന്നും അല്ല പ്രിയപ്പെട്ടവരെ, ഓളി ഓനെ അങ്ങ് തിരിച്ച് നന്നാക്കി കൊടുക്കാൻ. ഫാനും മിക്സൊക്കെ ആണെങ്കിൽ മെക്കാനിക്കിനെ കൊണ്ട് എളുപ്പമല്ലേ ഇത് നന്നാക്കി എടുക്കാമല്ലോ, പെട്ടെന്ന് നന്നാക്കി എടുക്കാൻ പറ്റും. ഇത് മനുഷ്യന്മാരല്ലേ, ബുദ്ധിയുള്ള ആളുകളാ, ഹൃദയമുള്ള മനുഷ്യനാ. അതുകൊണ്ടാ പടച്ചോൻ പറഞ്ഞത് അവിടെ ഒരു മാംസപിണ്ഡം ഉണ്ട് കേട്ടോന്ന്. ഉള്ളിലേ ഒരു മാംസപിണ്ഡമുണ്ട്. ആ പിണ്ഡം നന്നായാൽ, ആ മാംസ കഷ്ണം നന്നായാല് ആ മനുഷ്യൻ നന്നായി. അത് കേടെന്നാലോ തോട്ടത്തേക്ക് വലിച്ചെറിയാൻ പോലും പറ്റൂലെന്ന്. ഈ മാംസപിണ്ഡം കേടുവന്നാല് നീട്ടി എറിയാൻ പോലും പറ്റാത്ത വിധം അധപ്പതിക്കുന്നവൻ കൂടിയാണ് മനുഷ്യൻ. അപ്പൊ എളുപ്പാവും, നമ്മൾ ഓരോരുത്തരും അങ്ങ് നന്നായാ മതി. എങ്ങനെ നമ്മൾ നന്നാവുക? ഓരോ മനുഷ്യനും ഓളെ ഓനെ നന്നാക്കുന്നതിന് പകരം നൗഷാദക്ക ഫർഹനെ നന്നാക്കുമോന്ന് ചോദിക്കുന്നതിന് പകരം, ഫർഹ നൗഷാദക്കാനെ നന്നാക്കി തരുമോ എന്ന് ചോദിക്കുന്നതിന് പകരം, നൗഷാദക്ക സ്വയം നന്നാവുമ്പോ ഫർഹ സ്വയം നന്നാവുമ്പോ പ്രശ്നം തീർന്നില്ലണ്ണയാളെ ഇല്ലേ? അൽഹംദുലില്ലാ നൗഷാദക്ക നല്ലതാണ് കേട്ടാ. അഷ്റഫ് ഖാന്റെ മകൻ നൗഷാദക്ക പെർഫെക്റ്റ് ആണ്. ഫർഹ പെർഫെക്റ്റ് ആണോ എന്ന് ആരാ പറയേണ്ടത്? ഹൈ ഇന്നയാളെ നിങ്ങളെ പറഞ്ഞ് പരാതി വരണ്ടെന്ന് വിചാരിച്ചിട്ടാ ഞാൻ എന്നെ തന്നെ എടുത്ത് പറഞ്ഞത്. ഫർഹ നല്ലതാണോ എന്ന് പറയേണ്ടത് ആരാ? നൗഷാദക്കല്ലേ പറയേണ്ടത്. അപ്പൊ ഇവിടെ ഓരോ അഷ്റഫുമാരുണ്ട്, അഷ്റഫ്മാരുടെ പ്രിയപ്പെട്ടവരുണ്ട്. അപ്പം അഷ്റഫ്മാര് നല്ലവരാണോന്നും അവരുടെ പ്രിയപ്പെട്ടവളുമാര് നല്ലവരാണോന്നും പരസ്പരം പറയുന്ന, പരസ്പരം ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട്. അതെങ്ങനെയാ സാധിക്കുക? അതെങ്ങനെയാ ഇപ്പൊ ഇത് നടക്കുക? എവിടുന്നാ ഞാൻ എന്നെ നന്നാക്കി കൊണ്ടുവരിക? എവിടെ മുതലാ ഞാൻ എന്നെ നന്നാക്കേണ്ടത് പ്രിയപ്പെട്ടവരെ? അതിനുള്ള മാർഗവും ഇസ്ലാമിലുണ്ട്. മുസ്ലിങ്ങളായ നമ്മളോട് പറയാണ്, പരിശുദ്ധ ദീന് പറയാണ്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ബാധ്യതകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. നമുക്കൊക്കെ ഒരുപാട് ബാധ്യതകൾ ഏൽപ്പിക്കപ്പെട്ടവരാ നമ്മള്.
ഈ ബാധ്യതകളെ കുറിച്ച് നമ്മൾ ഓരോരുത്തരും നാളെ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും എന്നാ പറയണേ. അപ്പൊ എന്നിൽ ഏൽപ്പിച്ച ബാധ്യത എന്ന് പറയുന്നത് എൻ്റെ ജന്മമാണ്. ഞാൻ ഈ ഭൂമിയിൽ ജനിക്കപ്പെട്ടു എന്നതാണ് എൻ്റെ ആദ്യത്തെ ബാധ്യത. ഈ ഭൂമിയിൽ ഒരു മുസ്ലിമായി ജനിച്ച എൻ്റെ ആദ്യത്തെ ബാധ്യത എന്താണെന്നറിയോ? അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട്, അവനിൽ മാത്രം ഭരമേൽപ്പിച്ചുകൊണ്ട്, മറ്റു ഷർറായ കാര്യങ്ങളിലേക്കൊന്നും പോവാതെ അള്ളാഹുവിനെ ആരാധിച്ച് ജീവിക്കുക എന്നതാണ് ആദ്യത്തെ ബാധ്യത. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ അതൊക്കെ മുറുകെ പിടിക്കുന്നവരാ, ശ്രദ്ധാപൂർവം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാ. പക്ഷേ ഒരു വശത്ത് ഈ ആരാധനാ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോ ഇടതടവില്ലാതെ, സമയം വൈകിപ്പിക്കാതെ ഓരോ ഇബാദത്തുകളും ഓരോ ആരാധനാ കർമ്മങ്ങളിലും നമ്മൾ സൂക്ഷ്മത പാലിക്കുമ്പോഴേ അപ്പുറത്ത് മറുവശത്ത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന ചില പോരായ്മകൾ കാരണം, ചില പിഴവുകൾ കാരണം, ഈ ഇബാദത്തുകള്, ഈ നന്മകള്, നമ്മൾ ചെയ്യുന്ന ഈ നല്ല കാര്യങ്ങള് ഇല്ലാതെയാവുന്നതിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി. അതിനെക്കുറിച്ച് കൂടിയാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത്. അപ്പോ ഒരു മുസ്ലിമായി ജനിച്ച ഞാന് എൻ്റെ ഉമ്മാന്റെയും ഉപ്പാന്റെയും മകളായി കൂടി ജനിച്ചവളാ. ആലോചിച്ചോക്കി, ഒരു മുസ്ലിമായി ജനിച്ച ഞാന് എൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും മകളായി കൂടി ജനിച്ചവളാണ്. എൻ്റെ രണ്ടാമത്തെ ബാധ്യത എന്താണ്? രണ്ടാമത്തെ ബാധ്യത, എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പ അവരുടെ ഏറ്റവും മികച്ച മകളായി തീരണം. കാരണം എന്താ? ഓള് നന്നാവാണല്ലോ വേണ്ടത്, ഓന് നന്നാവാണല്ലോ വേണ്ടത്. ഓളെയും ഓനെയും നന്നാക്കുക എന്ന പ്രോസസ്സിന്റെ ആദ്യ പടിയാണ് പ്രിയപ്പെട്ടവരെ എൻ്റെ ആദ്യത്തെ ബാധ്യതയായ എന്നിലെ മകളെ, എന്നിലെ മകനെ ഏറ്റവും മികച്ചവനും ഏറ്റവും മികച്ചവളുമാക്കി തീർക്കുക. ഒരുപാട് പ്രാധാന്യമുള്ള കാര്യമാണ്. പരിശുദ്ധ ഖുർആനില്, ഇസ്ലാം മതത്തില് അങ്ങേയറ്റം ജാഗ്രതയോടുകൂടി കൽപ്പിക്കപ്പെട്ട ഒന്നാണ് ഉമ്മാനോടും വാപ്പാനോടുള്ള ബാധ്യത. ചെറുതല്ല. നമുക്കറിയാം, ഈ സദസ്സിൽ, ഇത്ര വലിയ സദസ്സില് ഏറ്റവും മുൻപില് ആദരിച്ചുകൊണ്ട്, സ്നേഹം കൊണ്ട് ആദരിച്ചുകൊണ്ട് ഇങ്ങനെ മുൻപിൽ നമ്മൾ ഈ ഉമ്മാനെ ഉപ്പാനെ ഇരുത്തിയിട്ടുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ഹൃദയത്തിൽ അതുണ്ട്. ആരാധനാ കർമ്മങ്ങളോട് ചേർത്ത് വെച്ചിട്ടാ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, മാതാപിതാക്കളോട് ഏറ്റവും മാന്യമായി പെരുമാറുക, ഉമ്മാനോടും അപ്പാനോടും ഏറ്റവും മാന്യമായി പെരുമാറുക. അവരിൽ ഒരാളോ രണ്ടാളുമോ നിന്നരികിൽ വെച്ച് വാർദ്ധക്യം ബാധിക്കുകയാണ് എങ്കിൽ, ഉമ്മാക്കോ ഉപ്പാക്കോ നിന്റെ അടുത്തുനിന്നേ, നിന്റെ വീട്ടിൽ നിന്ന്, എൻ്റെ അരികിൽ നിന്ന് എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും വയസ്സാകും, ഓൾക്ക് പ്രായമാകും. ആ സമയത്തെ നീ അവരോട് എന്നൊരു വാക്ക് പോലും പറയരുത് ട്ടോന്ന്. അതിൻ്റെ പിറകിലുള്ള മനഃശാസ്ത്രം, അതിൻ്റെ പിറകിലുള്ള സൈക്കോളജിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതാണ് പടച്ചോന്. പ്രായമാകുമ്പോ, വയസ്സാകുമ്പോ എന്ന് പറയത്തക്ക രൂപത്തിൽ അവർ പെരുമാറും. എന്ന് പറയത്തക്ക രൂപത്തില്, പറയിപ്പിക്കുന്ന രൂപത്തിൽ ഉമ്മയും വാപ്പയും പെരുമാറും. അന്ന് 6 വയസ്സായ സമയത്ത്, അന്ന് മൂച്ചിപ്പിരാന്തം, നട്ടപ്പിരാന്തം, കൊഞ്ചിപ്പിരാന്തം ഒക്കെ ഇങ്ങനെ 4, 5, 6, 3, 4 വയസ്സിൽ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടായിരുന്ന സമയത്ത് ഒരു പക്ഷേ അവരെന്നെ പ്രാഗിയിട്ടില്ല. എത്ര ഗുരുത്തക്കേട് കാണിച്ചാലും, എത്ര കുസൃതി കാണിച്ചാലും, എത്ര വികൃതി കാണിച്ചാലും എന്നെ ശപിക്കാതെ, എനിക്ക് നേരെ എന്നെ പ്രയാസപ്പെടുത്തുന്ന ഒരു വാക്ക് പോലും പറയാതെ, എൻ്റെ കുസൃതികളും എൻ്റെ കളികളും എൻ്റെ വികൃതികളും കണ്ട് ആസ്വദിച്ച് എന്നെ പുന്നാരിച്ച് എൻ്റെ ഉമ്മയും വാപ്പയില്ലേ, അതേ കുസൃതിയുടെയും അതേ വികൃതിയുടെയും അതേ പെരുമാറ്റ വൈകല്യത്തിൻ്റെയും പ്രായത്തിലേക്ക് എത്തുകയാണ് പ്രിയപ്പെട്ടവരെ. 6ഉം 60ഉം ഒരുപോലെയാണ്. വയസ്സായി, ഉമ്മാക്കും വാപ്പാക്കും പ്രായമായി, ഒരു മൂലക്കൽ ഇരുത്തല്ല വേണ്ടത്. അവരുടെ അഭിപ്രായങ്ങളെ മാനിക്കണം. അവരെന്തെല്ലാമൊക്കെ പറഞ്ഞാലും ഹൈ എന്നൊരു വാക്ക് പോലും, എന്നൊരു വാക്ക് പോലും പറയാനുള്ള അവകാശമില്ല പ്രിയപ്പെട്ടവരെ. എനിക്ക് അത്രയേറെ സ്നേഹം നൽകിക്കൊണ്ട് എന്നെ വളർത്തി വലുതാക്കിയ എൻ്റെ ഉമ്മയും ഉപ്പയാണ്. ആ കാലിനടിയിലല്ലേ എൻ്റെ സ്വർഗമുള്ളത്. ആ
ആ കാലിനടിയിലല്ലേ എൻ്റെ സ്വർഗം ഒളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്നരികിൽ വെച്ച് എൻ്റെ ഉമ്മയോ ഉപ്പയോ പ്രായമായി ഞാൻ അവരെ പരിചരിച്ച് എന്നരികിൽ വെച്ച് അവർ മരണപ്പെട്ടു പോവുകയാണ് എങ്കിൽ എൻ്റെ പടച്ചോൻ എനിക്ക് തരുന്ന പാരിതോഷികം എന്താണെന്നറിയോ? ചില്ലറ കാര്യമൊന്നുമല്ല, സ്വർഗ. എൻ്റെ റബ്ബ് എനിക്ക് തരുന്നത് സ്വർഗമാണ് പ്രിയപ്പെട്ടവരെ. ആ സ്വർഗത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണില്ല അല്ലേ? ആ സ്വർഗത്തിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്ന പോലുമില്ല. ഉവൈസൽ ഖർനി റഹിമഹുല്ലാ അള്ളാഹുവിന്റെ പ്രവാചകൻ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നൊരു താബിഈയായിരുന്നു. അദ്ദേഹം ഒരിക്കൽ പോലും അള്ളാഹിന്റെ പ്രവാചകരെ കണ്ടിട്ടില്ലാന്ന്, ഒരിക്കൽ പോലും അള്ളാഹുവിന്റെ പ്രവാചകൻ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടുണ്ടായിരുന്നില്ല, നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആലോചിച്ചോക്കി, അള്ളാഹിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ ജീവിക്കാം. നമുക്കൊക്കെ ആഗ്രഹം ഉണ്ടല്ലേ? നമ്മളൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട് അന്ന് ജീവിക്കാൻ പറ്റിയിരുന്നുവെങ്കിൽ, ആ കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ നമ്മളൊക്കെ മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ട്, ഒന്നും വേണ്ട മക്കത്ത് ജീവിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, അവിടെ സ്ഥിരമായി താമസിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, മദീനയിൽ ജീവിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മുടെ ബാലിശമായ ഹൃദയം കൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളാ. പരിശുദ്ധ ഉംറ കർമ്മം നിർവഹിക്കാൻ പോയ സമയത്ത് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ആ ഹറമിലൂടെ ഇങ്ങനെ പാറി നടക്കുന്ന പ്രാവുകളിൽ ഒന്നായി തീരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന്. ഇല്ലേ? ആ പ്രാവുകൾ കണ്ടിട്ടില്ലെങ്കിൽ ഇഷ്ടം പോലെ പ്രാവുകൾ ഇങ്ങനെ പാറി നടക്കും. ഈ പ്രാവുകളിൽ ഒന്നാവാനെങ്കിലും പറ്റിയിരുന്നെങ്കിൽ എന്ത്? നമ്മളൊക്കെ എപ്പോഴും കേൾക്കുന്ന ഒരു പാട്ടുണ്ടല്ലോ, മക്കത്ത് പൂത്തൊരു ഈന്തമരത്തിലെ ഓരിലയായെങ്കിൽ, ഹഖത്ത മുഹമ്മദ് നടകൊണ്ട വഴിയിലെ മൺതരിയായെങ്കിൽ, മുത്ത് ബിലാലിൻ്റെ ബാങ്കൊലി പരത്തണ കാറ്റലയായെങ്കിൽ, മുമ്പരാമമ്പിയ വന്നുള്ള നാട്ടിൽ ഞാൻ അന്നു പിറന്നെങ്കിൽ, അന്നു പിറന്നെങ്കിൽ. അന്ന് പിറന്നിട്ടില്ല, പക്ഷെ നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ആഗ്രഹ, പടച്ചോനെ അന്ന് പിറന്നില്ലല്ലോ, ആ മരുഭൂമിയിലെ ഒരു മണൽത്തരിയെങ്കിലും ആവാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന നമ്മള്. എന്നാൽ ആ കാലഘട്ടത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ അഷ്റഫുൽ ഹൽക്ക് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതേ കാലഘട്ടത്തിൽ ജീവിച്ചിട്ട് പോലും അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനുള്ള ഭാഗ്യം ലഭിക്കാത്ത ഉവൈസൽ ഖർനി റഹിമഹുല്ലാ. പക്ഷേ അത്ഭുതം എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലേ പ്രവാചകൻ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സലാം പറഞ്ഞയച്ചു പരിചാരകരുടെ അരികിൽ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞയക്കാണ് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. തൻ്റെ അനുചരന്മാരെ അടുത്ത് പറഞ്ഞയക്കുകയാണ് ഉവൈസൽ ഖർനിയോട് അറിയിപ്പ് നൽകുവാൻ. എന്തിനാ? ഇങ്ങനെ അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പറയാൻ തക്ക രൂപത്തില് എന്ത് അത്ഭുതം അദ്ദേഹം ചെയ്തത് എന്താണെന്നറിയോ? വീട്ടില് പ്രായമായ ഉമ്മ ഉണ്ടായിരുന്നു. പ്രായമായ ഉമ്മയെ പരിചരിക്കുന്ന വിഷയത്തിൽ അത്രയേറെ ജാഗ്രത കാണിച്ചിരുന്ന, അത്രയേറെ ശ്രദ്ധ കാണിച്ചിരുന്ന മനുഷ്യനായിരുന്നു ഉവൈസൽ ഖർനി റഹിമഹുല്ലാ. ഉമ്മാനെ പരിചരിക്കണം, ഉമ്മാനെ സ്നേഹിക്കണം. റസൂലിനെ കാണാൻ വേണ്ടി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ എൻ്റെ ഉമ്മാനെ ആരാ നോക്കുക? എൻ്റെ ഉമ്മക്കാരാ വെള്ളം കൊടുക്കുക? എൻ്റെ ഉമ്മന്റെ ആവശ്യങ്ങൾ ആരാ പൂർത്തിയാക്കി കൊടുക്കുക? എൻ്റെ ഉമ്മൻ ആരാ പരിചരിക്കുക എന്നുള്ള ആദിയായിരുന്നു പ്രിയപ്പെട്ടവരെ ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന കാര്യത്തിൽ നിന്നും അദ്ദേഹത്തെ തടസ്സപ്പെടുത്തിയത്. പകരമായി കൊണ്ട് പടച്ചോൻ കൊടുത്ത പുണ്യം എന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞയക്കുക. അത്രയേറെ പ്രാധാന്യമുണ്ട്, അത്രയേറെ പ്രാധാന്യമുണ്ട് പ്രിയപ്പെട്ടവരെ. ഇമാം ഗസാലി റഹിമഹുല്ലയുടെ ഒരു അനുഭവം പറയുന്നുണ്ട്. അദ്ദേഹം വിവരിച്ച് നമ്മളോടൊക്കെ പറയാം രണ്ട് മനുഷ്യരെ കുറിച്ച്. ഈ രണ്ട് മനുഷ്യരിൽ രണ്ട് സഹോദരങ്ങളാണ്. ഇതിൽ ഒരാള് അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ ഇബാദത്തുകൾക്ക് വേണ്ടി മാറ്റിവെച്ചു. അള്ളാഹുവിനോടുള്ള ആരാധനാ കർമ്മങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിതം മാറ്റിവെക്കാം. രണ്ടാമത്തെ ആളില്ലേ, വീട്ടില് പ്രായമായി വയസ്സായി രോഗം ബാധിച്ച് കിടക്കുന്ന ഉമ്മയുണ്ട്. ഈ ഉമ്മയെ പരിചരിക്കാൻ വേണ്ടിയും മാറ്റിവെക്കുകയാണ്. ഈ രണ്ട് സഹോദരങ്ങളിൽ
ഉമ്മയെ പരിചരിക്കുവാൻ വേണ്ടി ജീവിതം മാറ്റിവെച്ച ആ സഹോദരന്റെ സ്ഥാനം പടച്ചോൻ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിച്ചു എന്നാണ് ഇമാം ഗസാലി റഹിമഹുല്ലാ പറയുന്നത്. ലലിച്ചോക്കി, ഉമ്മയെ നോക്കുക, മാതാപിതാക്കളെ ഉമ്മാനെ വാപ്പാനെ പരിചരിക്കുക എന്ന് പറയുന്നത് അത്രയേറെ പുണ്യം നിറഞ്ഞൊരു ഇബാദത്താണ് പ്രിയപ്പെട്ടവരെ. അത്രയേറെ പ്രാധാന്യമുള്ള കാര്യമാണ്. പ്രയാസങ്ങൾക്ക് മേൽ പ്രയാസം സഹിച്ചുകൊണ്ട് നിന്നെ ഗർഭം ചുമന്ന് നടന്നു. ശേഷം 2 വയസ്സ് വരെ നിനക്ക് മുലപ്പാല് തന്നവളാണ് നിന്റെ ഉമ്മ. അതുകൊണ്ട് നീ എന്നോടും നിന്റെ മാതാപിതാക്കളോടും നന്ദി കാണിക്കുക എന്ന് പടച്ചോന്റെ പേരിന്റെ കൂടെ ചേർത്ത് വെച്ചിട്ട് പരിശുദ്ധ ഖുർആനിലൂടെ പറയാ. പടച്ചോന്റെ പേരിനോട് ചേർത്ത് വെച്ചിട്ട് പറയാ, എന്നോടും മാതാപിതാക്കളോടും നന്ദി കാണിക്കുക എന്ന്. ഈ അടുത്ത് ഉമ്മ വയസ്സായപ്പോഴേ ഉമ്മാനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. നിങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? ഹലോ, എല്ലാരും ഉണ്ടോ? ഉമ്മാക്ക് അസുഖം വന്നപ്പോഴേ ഉമ്മാനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. വയ്യായൊക്കെ കഴിഞ്ഞ് ഉമ്മാനെ ഡിസ്ചാർജ് ആക്കി നോക്കുമ്പോ ഉമ്മാനെ കൊണ്ടുപോവാൻ മക്കളില്ല. 3 കുട്ടികളാ. 3 കുട്ടികളും ഹോസ്പിറ്റലിൽ ഇല്ല. ഹോസ്പിറ്റൽ അധികൃതരൊക്കെ അന്വേഷിക്കുക, മക്കൾ എവിടെ? ഈ ഉമ്മാനെ ആരെങ്കിലും കൊണ്ടുപോണ്ടേ? ചികിത്സ കഴിഞ്ഞല്ലോ, ഡിസ്ചാർജ് ആയല്ലോ, മക്കളെ 3 പേരെ മഷിയിട്ട് തെരഞ്ഞിട്ടും കാണാനില്ല. അവസാനം ഉമ്മാനെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി ഉമ്മ വിവരങ്ങളും അഡ്രസ്സൊക്കെ പറഞ്ഞു കൊടുത്ത് മക്കളെ 3 പേരെ വിളിച്ചു വരുത്തുക. കുഞ്ഞു പ്രായമായപ്പോഴേ വാപ്പ മരിച്ചതാ. മക്കള് 3 ചെറുതായപ്പോഴേ വാപ്പ മരണപ്പെട്ടിട്ടുണ്ട്. ഉമ്മ ഒറ്റയ്ക്ക് ജോലി ചെയ്ത് ഒരുപാട് പ്രയാസങ്ങളൊക്കെ സഹിച്ച് മക്കളെ 3 പേരെയും വളർത്തി വലുതാക്കിയെടുത്തു. ഉമ്മയുടെ ആഗ്രഹം പോലെ തന്നെ ഒരാൾ ഉദ്യോഗസ്ഥനായി, ഗവൺമെന്റ് എംപ്ലോയി ആയി. ഉമ്മയുടെ ഇഷ്ടം പോലെ തന്നെ അയാൾ ഗവൺമെന്റ് എംപ്ലോയി ആയ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുകയും ചെയ്തു. അങ്ങനെ 3 മക്കളും ഓരോ സ്ഥാനങ്ങളിലൊക്കെ എത്തിയിട്ടേ അവസാനം ഉമ്മാനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി പൊരേക്ക് കൊണ്ടുപോവാൻ മക്കളില്ല പോലും. വിളിച്ചു വരുത്തി പോലീസ് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ മക്കൾ പറയാ, മൂത്ത മോന്റെ പരാതി, അല്ല സാറേ ഉമ്മാനെ കൊണ്ടുപോവാൻ പറ്റൂല, എന്റെ മൂത്ത കുട്ടി SSLC ആണ് എന്ന്. ഉമ്മാനെ പൊരേ കൊണ്ടുപോയാ ശരിയാവൂല, മൂത്തവും 10ാം ക്ലാസ്സിൽ പഠിക്കാം. പബ്ലിക് എക്സാം അല്ലേ, മാർക്ക് വാങ്ങണ്ടേ? ഫുൾ A+ കിട്ടിയല്ലേ +1 +2 ഇന്റഗ്രേറ്റഡ് നീറ്റ് കോച്ചിങ്ങുള്ള +1 +2 അഡ്മിഷൻ കിട്ടുള്ളൂ. അപ്പോഴല്ലേ ഒരു ഡോക്ടർ ആക്കാനോ കലക്ടർ ആക്കാനോ ഒക്കെ പറ്റുള്ളൂ. അതുകൊണ്ട് ഓന്റെ പഠിത്തത്തെ എഫക്റ്റ് ചെയ്യും. ഓന്റെ സ്റ്റഡീസിന് ഇത് ബാധിക്കുന്നത് കൊണ്ടേ ഉമ്മാനെ വീട്ടിൽ കൊണ്ടുപോയ ഇടങ്ങേറാ. പ്രായമായതല്ലേ, ഉമ്മ ഇങ്ങനെ അതും ഇതും പറഞ്ഞുകൊണ്ടിരിക്കും. ഉമ്മ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഉമ്മ ചിലപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും, ചിലപ്പോൾ സമയമില്ലാത്ത നേരത്തൊക്കെ കയറി വരും. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനൊക്കെ അത് ബാധിക്കൂലേന്ന് മൂത്ത മോന്. 2ാമത്തെ മോന് ഉദ്യോഗസ്ഥനാക്കി മാറ്റിയ ഉമ്മാന്റെ 2ാമത്തെ മോൻ പറയാണ്, ഞാനും ഓളും ഗവൺമെന്റ് എംപ്ലോയീസ് അല്ലേ, ഞങ്ങൾക്ക് ജോലിന്ന് ലീവ് എടുക്കാൻ പറ്റൂല എന്ന്. മന നോക്കണമെങ്കിൽ ഒരാൾ ലീവ് എടുക്കണമല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് 2ആൾക്കും ലീവ് എടുക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന്. 3ാമത്തോനും ഏറ്റവും ചെറുതിന് കുറച്ചൊരു പുന്നാരിക്കലൊക്കെ കൂടുമല്ലോ അല്ലേ? ചെറിയ മക്കള് വലുതാവോ? ഹൈ മരെ, നമ്മളെ ചെറിയ മക്കള് വലുതാവോ? ഇല്ല, ചെറുത് വലുതാവില്ലല്ലോ. എന്റെ മൂത്ത 2ആൾക്ക് എപ്പോഴും പരാതിയാ, ഓൻ എന്നാ അമ്മച്ചേ വലുതാവാന്ന് നോക്കൂ. ചെറുതേ ഓൻ UKG-യിൽ എത്തിക്കണം. ഓൻ ഇപ്പോഴും കെട്ടിപ്പിടിച്ച് ഉമ്മച്ചിന്റെ ഇപ്പച്ചിന്റെ കൈമ തന്നെ കിടക്കണം. അപ്പൊ ഇവർക്ക് അസൂയ, ഓൻ എന്നാ അമ്മച്ചേ വലുതാവാന്ന് നോക്കും. അപ്പൊ ഓൻ വലുതാവാത്തതുപോലെ നമ്മളെ ചെറിയ മക്കള് വലുതാവില്ല. അതുപോലെ വലുതാകാതെ ഉമ്മച്ചി നോക്കി വളർത്തി വലുതാക്കിയ ഒരു മോനും കൂടെ ഉണ്ടായിരുന്നു. ആ മോനും എന്തൊക്കെയോ കാരണങ്ങൾ പറഞ്ഞ് ഈ ഉമ്മാനെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റൂല എന്ന് പരാതി പറഞ്ഞപ്പോഴേ SI ഒരു തീരുമാനത്തിലെത്തി. എന്തെന്നറിയോ, ഉമ്മാന്റെ പേരിൽ കുറച്ച് പ്രോപ്പർട്ടി ഒക്കെ ഉണ്ട്. ഉമ്മാന്റെ പേരിൽ കുറച്ച് ചെറിയ ഒരു സമ്പാദ്യം ഉണ്ട് ഉമ്മാക്ക്. ഇത് നമുക്ക് ആർക്കെങ്കിലും കൊടുത്തിട്ട് അവരെ കൊണ്ട് നോക്കിപ്പിക്കാമെന്ന് തീരുമാനത്തിലെത്തി. അപ്പം മക്കള് 3ആളും എന്നാ പിന്നെ അങ്ങനെ ചെയ്യണ്ട, എന്ത് ഉമ്മാന്റെ പേരിലുള്ള മുതല് ആർക്കും കൊടുക്കണ്ട, അത് ഇവർക്ക് 3ആൾക്കും അങ്ങോട്ട് കൊടുത്താലോ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് SIയും മക്കളും കൂടെ എത്തിയപ്പോ മൂത്തവും പറയാ, മൂത്ത മോനെ, ആര് 10ാം ക്ലാസ്സിൽ പഠിക്കണ കുട്ടിയുള്ള മോന് പറയാ, ആ 10ാം ക്ലാസ്സിലല്ലേ കുഴപ്പമില്ല, ഓ മോളിത്തെ റൂമില് ഡോറ് കുറ്റിയിട്ടിരുന്നോളും എന്ന് പഠിക്കാന്. ഇതുവരെ ഇല്ലാത്ത മുകളിലെ റൂമും കുറ്റിയും ഒക്കെ എപ്പോഴേ ഉണ്ടായി? മുതല് കണ്ടപ്പോ അല്ലേ, സ്വത്ത് കണ്ടപ്പോ അല്ലേ, പൈസ കണ്ടപ്പോ
ഇതുവരെ ഇല്ലാത്ത അപ്സ്റ്റെയറിലെ റൂമും ആ റൂമിന്റെ ഡോറും ആ റൂമിന്റെ കുറ്റിയും ഒക്കെ അങ്ങ് ഉണ്ടായി വന്നു. മോൻ അവിടെ റൂമിലിരുന്ന് പഠിച്ചോളും, ഉമ്മയല്ലേ ഉമ്മ അവിടെ റൂമിലിരുന്നോളും എന്ന്. രണ്ടാമത്തും പറയാ ലീവല്ലേ, ഒരു ദിവസം ഞാൻ ലീവ് എടുക്കാം, രണ്ടാമത്തെ ദിവസം ഓള് ലീവ് എടുത്തോളും എന്ന്. ഗവൺമെന്റ് എംപ്ലോയീസാ, ലീവൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, കാഷ്വൽ ലീവൊക്കെ ഇഷ്ടം പോലെ കിട്ടുമെന്ന്. അപ്പൊ ഉമ്മാന്റെ ക്യാഷ് കണ്ടപ്പോ എവിടുന്നൊക്കെയോ കാഷ്വൽ ലീവ് അങ്ങ് വന്ന്. ലാലിച്ചോക്കി ആരെയാ പ്രിയപ്പെട്ടവരെ, ആരോടാ ഈ കാണിക്കുന്നത്? പഴുത്തില് ചാടുന്നത് കണ്ട് എന്തിനാ പച്ചില സന്തോഷിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, നമ്മളും പഴുക്കും. ഈ ഊർജൊന്നും എന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല, ഇങ്ങനെ വൈക്കം പിടിച്ച് നിൽക്കാനൊന്നും പറ്റിക്കൊള്ളുന്നില്ല പ്രിയപ്പെട്ടവരെ. അത് എത്ര വലിയ ഡോക്ടറായിട്ടും കാര്യമല്ല, എത്ര വലിയ എഞ്ചിനീയർ ആയിട്ടും കാര്യമല്ല, എത്ര വലിയ ഉദ്യോഗസ്ഥനായിട്ടും പണക്കാരനായിട്ടും കലക്ടറായിട്ടും കാര്യമല്ല പ്രിയപ്പെട്ടവരെ. എൻ്റെ ഉമ്മ വയ്യാതാവുമ്പോഴേ എൻ്റെ ഉമ്മാനെ നോക്കേണ്ട ബാധ്യത എനിക്കാ. ആ ഉമ്മനെ ആ ഉപ്പനെ കൈ പിടിച്ച് അവരുടെ പ്രാഥമിക കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ബാത്റൂമൊക്കെ കൊണ്ടുപോകുമ്പോഴേ അവർക്ക് ആഗ്രഹം ഉണ്ടാവും, അവരുടെ കർമ്മങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് ഹോം നേഴ്സ് അല്ല, അന്യനായ ഒരാള് അവരുടെ ശരീരഭാഗങ്ങൾ കാണുമ്പോ ഒരു പക്ഷേ വാ തുറന്ന് സങ്കടം പറയാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഒരു ഉമ്മയും വാപ്പ ഉണ്ടാവുക. അവരാഗ്രഹിക്കുക എന്താണെന്നറിയോ? എൻ്റെ പ്രിയപ്പെട്ടവന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മൂപ്പർക്ക് കൂടെ വരാൻ പറ്റിയെങ്കിൽ എന്നാ, എൻ്റെ പ്രിയപ്പെട്ടവള് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഓൾക്ക് എൻ്റെ കൂടെ വരാൻ പറ്റിയെങ്കിൽ എന്നാ, എൻ്റെ മക്കൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് എൻ്റെ കൂടെ വരാൻ പറ്റിയെങ്കിൽ എന്നാണ് പ്രിയപ്പെട്ടവരെ. ആ സ്ഥാനത്ത് നമ്മൾ പൈസ അയച്ചു കൊടുക്കും ഇല്ലേ? നമ്മൾ തിരക്കല്ലേ, ബിസിയല്ലേ, നമ്മൾ പൈസ അയച്ചു കൊടുക്കും. ഉമ്മാനെയും വാപ്പാനെയും ഹോം നേഴ്സ് നോക്കട്ടെ, അല്ലെങ്കിൽ ഉമ്മാനെയും വാപ്പാനെയും വേറെ ആരെങ്കിലും നോക്കട്ടെ. നമ്മൾ മത്സരിക്കണില്ല, ഉമ്മാനെ ഞാൻ നോക്കാന്ന് പറഞ്ഞിട്ട് വാപ്പാനെ ഞാൻ നോക്കാന്ന് പറഞ്ഞ് മത്സരിക്കുന്ന എത്ര മക്കളുണ്ട്. പകരം വീതിച്ചെടുക്കും, 5 കുട്ടികളല്ലേ, ഓരോ മാസം ഓരോ വീട്ടിൽ നിൽക്കട്ടേന്ന്. പ്രിയപ്പെട്ടവരെ, ആ ഉമ്മ അനുഭവിക്കുന്ന പ്രയാസമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് വീട്ടിൽ ചർച്ച ചെയ്യുമ്പോൾ ഉമ്മയും വാപ്പയും നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തുന്ന അവസരം ഉണ്ടാവൂലേ ചിലപ്പോ, അല്ലെങ്കിൽ അവരിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുന്ന അവസരം ഉണ്ടാവും. ഇങ്ങളിതൊന്നും അറിയണ്ടെന്ന് പറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, ഇങ്ങളിതിൽ ഇടപെടണ്ടെന്ന് പറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. നമ്മൾ മനസ്സിലാക്കുക, ഈ സിരകളിലൂടെ ഓടുന്ന രക്തമുണ്ടല്ലോ അതുപോലും ഇന്റേതല്ല പ്രിയപ്പെട്ടവരെ. ഈ സിരകളിലൂടെ ഒഴുകുന്ന ചോര പോലും ഇന്റേതല്ല. ആ ചോരയിലെ ഒരു സെല്ലെടുത്ത്, ഒരു കോശമെടുത്ത് മൈക്രോസ്കോപ്പിക്കലി ടെസ്റ്റ് ചെയ്ത് നോക്കിയാലേ 23 ക്രോമസോമിന്റെ ഉമ്മാന്റെയാ, ബാക്കി 23 ക്രോമസോമിന്റെ വാപ്പാന്റെയാ. സ്വന്തമായിട്ട് എനിക്ക് എന്തുണ്ട്? എൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും ക്രോമസോംസും ജീൻസും ക്യാരക്ടേഴ്സും കൊണ്ട് ജീവിക്കുന്ന എനിക്ക് സ്വന്തമായിട്ടൊന്നുമില്ല, ഒക്കെ ഓല് തന്നതാ, അവരാൽ നൽകപ്പെട്ടതാണ് പ്രിയപ്പെട്ടവർ ഇതൊക്കെ. അതുകൊണ്ട് ഉമ്മയും വാപ്പയും എങ്ങനെയും ആയിക്കോട്ടെ, ഏത് സ്വഭാവക്കാരുമായിക്കോട്ടെ, അതും വേണമല്ലോ പറയാൻ ഇല്ലേ? വായിലേക്ക് ഭക്ഷണം വെച്ചു കൊടുത്ത് ഉമ്മക്ക്, കിടപ്പിലായ ഉമ്മക്ക് മരുമോള് വായിലേക്ക് ഭക്ഷണം വെച്ചു കൊടുത്ത് വയറ് നിറയെ കഴിപ്പിച്ച് ആ ഭക്ഷണ പാത്രവും കൊണ്ട് അടുക്കളയിലേക്ക് പോയിട്ടേ ഉള്ളൂ. ഉമ്മ പ്രസവിച്ച് വളർത്തി വലുതാക്കി ഉമ്മാന്റെ മോള് വരുമ്പോ കയറി വരുന്ന സമയത്ത് ഉമ്മ പറയും, മോളെ ഉമ്മ ഇവിടെ പട്ടിണി കിടക്കുകയാണ് എന്ന്, അല്ലെങ്കിൽ ഉമ്മാനാരാ ഇവിടെ നോക്കണത് എന്ന്, ഉമ്മാക്ക് മരുന്നെടുത്ത് തരാൻ ഇവിടെ ആരും ഇല്ലല്ലോ എന്ന്, ഉമ്മാനെ കെയർ ചെയ്യാൻ ആരും ഇല്ലല്ലോ എന്ന്, വാപ്പാനെ നോക്കാൻ ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞോട്ടെ. കാരണം എന്താ? മനുഷ്യനാണ്, പ്രായമാകുമ്പോൾ ഡീജനറേഷൻ സംഭവിക്കും. ശരീരത്തിന് മാത്രമല്ല, എല്ലിനും പല്ലിനും മാത്രമല്ല തേയ്മാനം സംഭവിക്കുക, തലച്ചോറിനും തേയ്മാനം സംഭവിക്കും, ബുദ്ധിക്കും തേയ്മാനം സംഭവിക്കും. അതിന്റെ ഭാഗമായിട്ട് ഉമ്മ ഉപ്പ എന്തും പറഞ്ഞോട്ടെ പ്രിയപ്പെട്ടവരെ, പക്ഷെ എൻ്റെ ബാധ്യതയാണ് എന്ന് പറയാതിരിക്കുക. എൻ്റെ ബാധ്യതയാണ് അവർക്കെതിരിൽ ശാപവാക്കുകൾ പറയാതിരിക്കുക. എൻ്റെ ബാധ്യതയാണ് അവരുടെ കണ്ണ് നനയ്ക്കുന്ന, അവരുടെ ഹൃദയം പൊളിക്കുന്ന, അവരെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് പോലും, ഒരു പ്രവൃത്തി പോലും, ഒരു സംസാരം പോലും, ഒരു പെരുമാറ്റ രീതി പോലും എന്തിനേറെ പറയുന്നു ഞാൻ കാരണം എൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും കണ്ണൊന്ന് നനയാൻ പോലും പാടില്ല പ്രിയപ്പെട്ടവരെ. ആ ബാധ്യത ഞാൻ നിറവേറ്റുമ്പോ എൻ്റെ ഉമ്മാന്റെ ഏറ്റവും മികച്ച മകളായി മാറി ഞാൻ, എൻ്റെ ഉമ്മയുടെ ഏറ്റവും മികച്ച മകനായി മാറി ഞാൻ. അതുണ്ടെങ്കിലേ വേറെ എന്തുള്ളൂ. ഈ മക്കൾ ഇതൊക്കെ കണ്ട് വളരുക,
ഈ മക്കൾ ഇതൊക്കെ കണ്ടു വളരുക. മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് അവര് നല്ലോണം പഠിച്ചോട്ടെ, അവർക്കുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പ്രായമായി ഉമ്മാനും ഉപ്പാനും വീട്ടിൽ നിന്ന് മാറ്റുമ്പോഴേ മനസ്സിലാക്കുക, ഓര് പഠിക്കും, മക്കൾ നന്നായിട്ട് പഠിക്കും, പ്രശസ്തരായ ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും കലക്ടറൊക്കെ ആയി മാറും. പക്ഷെ ഉണ്ടല്ലോ, വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അവർക്കറിയില്ല. മരണപ്പെട്ടു പോയാലും എന്റെ പ്രാർത്ഥന എന്റെ ഉമ്മയുടെയും ഉപ്പയുടെയും കൂടെ ഉണ്ടാവും അവർക്കറിയില്ല. എൻ്റെ ഉമ്മാനും ഉപ്പാനെയും പരിചരിച്ചാല് എനിക്ക് സ്വർഗമായിരിക്കും എന്ന് അവർക്ക് അറിയില്ല. പ്രിയപ്പെട്ടവരെ, ഞങ്ങളെ നാട്ടിൽ നടന്നൊരു സംഭവ. വാപ്പ പ്രശസ്തനായ ഡോക്ടറാ, 2 മക്കളേ ഉള്ളൂ. 2 മക്കളെയും വാപ്പയേക്കാളും പ്രശസ്തരായ ഡോക്ടേഴ്സ് ആക്കി മാറ്റി വാപ്പ. പെട്ടെന്ന് കാർഡിയാക് അറസ്റ്റ് വന്ന്, അറ്റാക്ക് വന്ന് വാപ്പ മരണപ്പെടുക. പുറം രാജ്യങ്ങളിലുള്ള, പുറത്ത് വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ നടത്തുന്ന മക്കൾ 2 പേരും നാട്ടിലെത്തി. 10,000-കണക്കിന് ആളുകൾ ജനാസ നമസ്കരിക്കുകയാണ് വാപ്പാക്ക് വേണ്ടി. സ്വാഭാവികമായും മകൻ ഉണ്ടാകുമ്പോ മക്കളാണ് ഇമാമ നിൽക്കുക. മകൻ ഇമാമ നിർത്തി 10,000-കണക്കിന് മനുഷ്യന്മാര് പള്ളിയിൽ നിറഞ്ഞു നിൽക്കുക. ആദ്യത്തെ തക്ബീർ, 2ാമത്തെ തക്ബീറിൽ മകൻ മയ്യത്ത് നമസ്കാരത്തിൽ റുക്കൂയിലേക്കാ പ്രിയപ്പെട്ടവരെ പോകുന്നത്. മോൻ അറിയില്ല മയ്യത്ത് എങ്ങനെ നിസ്കരിക്കണം എന്ന്. മയ്യത്ത് നമസ്കാരം എങ്ങനെയാണെന്ന് അറിയാതെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കിയ വാപ്പാക്ക് മകനിൽ നിന്നും എന്ത് ലഭിച്ചു? മകനിൽ നിന്നും എന്ത് ലഭിച്ചു? പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഭൗതിക വിദ്യാഭ്യാസം ഇഷ്ടം പോലെ നമ്മൾ കൊടുക്കണം, ബട്ട് ധാർമ്മിക മൂല്യങ്ങൾ നമ്മൾ വീട്ടിൽ നിന്നാണ് കൊടുക്കേണ്ടത്. അവര് നോക്കുന്നുണ്ട്, അവര് നോക്കി കാണുന്നുണ്ട്. ഈ ക്യാമറയ്ക്ക് മുൻപിൽ നിൽക്കുന്നത് പോലെയാണ് നമ്മുടെ മക്കൾക്ക് മുൻപിൽ നമ്മള്. ഹൈ പ്രിയപ്പെട്ടവർ, ഇവിടെ ക്യാമറ ഇല്ലേ? ഇതാ ക്യാമറ. ഈ ക്യാമറ എനിക്ക് നേരെ തിരിച്ചു വെച്ച ക്യാമറ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേരെ ഇങ്ങനെ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും? ഹൈ കാസർഗോട്ടുകാരെ, നിങ്ങൾ എന്ത് ചെയ്യാ? തട്ടൊക്കെ ഒന്ന് മൊഞ്ചാക്കൂലേ? ഇല്ലേ? യാക്കും. എല്ലാരും മുടിയൊക്കെ ഒന്ന് ചെയ്യുകയൊക്കെ ഒന്ന് സെറ്റ് ആക്കൂലേ? കാരണം എന്താ? വീഡിയോയിൽ റെക്കോർഡ് ചെയ്യല്ലേ. നാളെ അഷ്റഫ് കൂട്ടായ്മയുടെ ഗ്രൂപ്പില് ഒരു പക്ഷെ ഈ വീഡിയോ പ്രദർശിപ്പിക്കപ്പെടും. അപ്പൊ നമ്മളെ മാത്രം സൂം ചെയ്ത് നോക്കൂലേ? അല്ലേ? ഞാൻ എന്നെ മാത്രം സൂം ചെയ്ത് നോക്കും. ഞാൻ ഓക്കെ ആണെങ്കിൽ ഞാൻ അടുത്ത ഗ്രൂപ്പിലേക്ക് അത് ഫോർവേഡ് ചെയ്യും. മനുഷ്യ സഹജ, നമ്മൾ അങ്ങനെയാ. അപ്പുറം ഇപ്പുറം മനുഷ്യന്മാരെ എങ്ങനെയാണെന്നൊന്നും നമ്മൾ നോക്കൂല. നമ്മളെ മാത്രം നോക്കിയിട്ട് നമ്മള് ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ അത് ഫോർവേഡ് ചെയ്യും. പക്ഷെ ഉണ്ടല്ലോ, ആ ഫോട്ടോ ആ വീഡിയോ കുറച്ച് പ്രശ്നമുള്ളതാണെങ്കിലും അത്രയങ്ങ് ഭംഗിയില്ലാത്തതാണെങ്കിലും അതിന്റെ മൊഞ്ച് കൂട്ടാൻ, അതിന്റെ ഭംഗി കൂട്ടാനുള്ള ആപ്ലിക്കേഷൻസ് ഇന്ന് അവൈലബിൾ ആ. വിവിധ തരം ആപ്ലിക്കേഷൻസിൽ ഇട്ടിട്ട് ആ വീഡിയോസ് ഒക്കെ നമുക്ക് മൊഞ്ചാക്കിയിട്ട് ഫോർവേഡ് ചെയ്യാം. പക്ഷെ ഉണ്ടല്ലോ, ഞാനും നിങ്ങളൊക്കെ വീട്ടിൽ ജീവിക്കുന്നതേ ഇത്തരം ക്യാമറകളുടെ മുമ്പിലാ. ഞാൻ ജീവിക്കുന്നത് 3 ക്യാമറകളുടെ മുമ്പിലാ. 6ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും UKG-യിലും പഠിക്കുന്ന 3 ക്യാമറകൾ. സോ കോൾഡ് മക്കൾ, എന്റെ 3 കുട്ടികള്. 6ലും 5ലും UKG-യിലും പഠിക്കുന്ന 3 കുഞ്ഞുങ്ങളില്ലേ? ഈ ക്യാമറയെ പോലെയാണ് പ്രിയപ്പെട്ടവരെ. അവരൊപ്പിയെടുക്കുകയാണ് എന്റെ ജീവിതത്തെ. ഉമ്മ ഉപ്പ എന്ത് പറയുന്നു, ഓരോ ഉമ്മ ഉപ്പ എന്ത് സംസാരിക്കുന്നു, ഓരോ ഉമ്മ ഉപ്പ എങ്ങനെ പെരുമാറുന്നു, ഓരോ ഉമ്മ ഉപ്പ എങ്ങനെയാണ് സാമ്പത്തികമായി കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്, അവരെങ്ങനെയാണ് വീട്ടിലുള്ള പ്രായമായ ഉമ്മയോടും ഉപ്പയോടും പെരുമാറുന്നത്, അവർ പരസ്പരം എങ്ങനെയാണ് ഇടപെടുന്നത്, അവരെങ്ങനെയാണ് അയൽപക്കത്തുള്ള ആളുകളോട് പെരുമാറുന്നത്, അവരെങ്ങനെയാണ് വീട്ടിലേക്ക് കയറി വരുന്ന ഒരു യാചകനോട് പെരുമാറുന്നത്, അവരെന്തെല്ലാമൊക്കെയാണ് കാണുന്നത്, എന്തെല്ലാമൊക്കെയാണ് കേൾക്കുന്നത്, എന്തെല്ലാമൊക്കെയാണ് അനുഭവിക്കുന്നത്. ഇങ്ങനെ ഓരോ ചലനവും, എന്റെയും എന്റെ ഇണയുടെയും ഓരോ ചലനവും പ്രിയപ്പെട്ടവരെ ഈ മക്കൾ ഒപ്പിയെടുക്കുക. ആ ക്യാമറയിൽ അത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ഈ വീഡിയോ ഉണ്ടല്ലോ, അവരുടെ ജീവിതത്തിലൂടെ, നാളെ അവരുടെ ജീവിതത്തിലൂടെ എന്റെ മുൻപിൽ പ്രദർശിപ്പിക്കപ്പെടും. ആ വീഡിയോ ഉണ്ടല്ലോ, അവരുടെ ജീവിതമാകുന്ന ആ വീഡിയോ, അതിന്റെ മൊഞ്ച് കുറഞ്ഞാലേ എഡിറ്റ് ചെയ്യാൻ ഓപ്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. അതിന്റെ മൊഞ്ച് കുറഞ്ഞാല് എഡിറ്റ് ചെയ്യാൻ യാതൊരു ഓപ്ഷനും നമ്മളെ മുമ്പിൽ ഉണ്ടാവില്ല. കണ്ടങ്ങ് ആസ്വദിക്കുക. മൊഞ്ചുണ്ടെങ്കിലും മൊഞ്ചില്ലെങ്കിലും ഏത് രൂപത്തിലാണോ ജീവിതം അത് കണ്ടിരിക്കാനേ നമുക്ക് വിധി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് മക്കളാകുന്ന ക്യാമറയ്ക്ക് മുൻപിൽ അഭിനയിക്കുമ്പോൾ തന്നെ മൊഞ്ചായി അഭിനയിക്കുക. മൊഞ്ചായി അഭിനയിക്കണമെങ്കിൽ, നല്ല മകനോ നല്ല മകളോ ആയി എൻ്റെ കുഞ്ഞ് വളരണമെങ്കിൽ ഞാൻ എൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും നല്ല മകളാവണം.
ഞാൻ എൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും നല്ല മകനാവണം, അല്ല എങ്കിൽ മോനെ മോളെ നീ നല്ലതാവണം, നല്ലവളാകണം, നല്ലവനാകണം എന്ന് പറഞ്ഞു കൊടുക്കാൻ പ്രിയപ്പെട്ടവരെ എനിക്ക് അവകാശമില്ല. പറഞ്ഞു കൊടുത്താൽ തന്നെ മക്കൾ ഇങ്ങനെ കേട്ട് ഇങ്ങനെ അങ്ങ് വിടും. മക്കള് ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ അങ്ങ് വിടും. കാരണം ക്ലിനിക്കിൽ ഉണ്ടാവുന്നൊരു അനുഭവം എങ്ങനെയാ, മൊബൈൽ ഫോൺ അഡിക്ഷനുമായിട്ട് കുട്ടികളെ കൊണ്ടുവരും. മൊബൈൽ അഡിക്ഷനിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് മക്കളെ കൊണ്ടുവരുമ്പോൾ അവർക്ക് അതിനുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവസാനം കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ ഡോക്ടറെ, ഉമ്മന്റെ ഉപ്പന്റെയും കാര്യത്തിൽ എന്താ തീരുമാനം എന്ന്. ഉമ്മന്റെ ഉപ്പന്റെ കാര്യത്തിൽ എന്താ തീരുമാനം എന്ന്. കാരണം എന്താ, മക്കളെക്കാൾ മൊബൈൽ അഡിക്ഷനാ ഉമ്മക്കും ഉപ്പക്കും. ഉമ്മന്റെ ഉപ്പന്റെ മൊബൈൽ അഡിക്ഷൻ കണ്ട് എന്ത് അവകാശമുണ്ട് മക്കളോട് ഫോൺ മാറ്റി വെക്കാൻ പറയാൻ? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നിശ്ചിതമായ കണക്ക് പറഞ്ഞിട്ടുണ്ട്. 2 വയസ്സ് വരെയുള്ള കുഞ്ഞിന് 0 ആണ് സ്ക്രീൻ ടൈം. 2 വയസ്സ് വരെയുള്ള കുഞ്ഞിന് ഒരു കാരണവശാലും മൊബൈൽ ഫോൺ കൊടുക്കാൻ പാടില്ല. 2 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുഞ്ഞിന് 1 മണിക്കൂറാണ് മാക്സിമം സ്ക്രീൻ ടൈം. ഈ 7 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുഞ്ഞിന് മാക്സിമം 1.5 മണിക്കൂറാണ് സ്ക്രീൻ ടൈം. അഡൽട്ട് ആയിട്ടുള്ള ഒരാൾക്ക് 18 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് 3 മണിക്കൂറിൽ കൂടുതൽ സ്ക്രീൻ ടൈം പാടില്ല പ്രിയപ്പെട്ടവരെ. ഇന്ന് തന്നെ പോയിട്ട് നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിന്റെ സ്ക്രീൻ ടൈം ഒന്ന് നോക്കുക, എത്ര മണിക്കൂർ ഉണ്ടെന്ന്. ഇത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണക്കാണ്. എന്നിട്ട് വീട്ടിൽ നമ്മൾ ഫോളോ ചെയ്യാതെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് അധികാരമില്ല. അതുകൊണ്ട് എൻ്റെ കുഞ്ഞ് എങ്ങനെയാവണമെന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത്. മക്കൾക്ക് മുന്നിൽ ഇക്വാലിറ്റി കാണിക്കുക. ആൺപെൺ വ്യത്യാസമില്ല. പെൺകുട്ടി രാവിലെ എഴുന്നേറ്റ് പോരുമ്പോ പെൺകുട്ടി മാത്രല്ല ബെഡ്റൂമിൽ നിന്ന് എണീറ്റ് പോരുമ്പോ ബെഡ്ഷീറ്റ് മടക്കി വൃത്തിയാക്കി വെക്കേണ്ടത് ആൺകുട്ടിക്ക് മടക്കി വൃത്തിയാക്കി വെക്കാം, ഇല്ലേ? ആണിനെയും പെണ്ണിനെയും ഒരുപോലെ നമ്മൾ ശീലിപ്പിക്കണം. രാവിലെ ഉറക്കമുണർന്ന് എഴുന്നേറ്റ് വരുമ്പോ അവൻ ഉറങ്ങിയ കിടപ്പ്, അവൻ ഉറങ്ങിയ ബെഡ്, ആ ബെഡ്ഷീറ്റ് മടക്കി വൃത്തിയാക്കി വെക്കാൻ ആണിനെയും പെണ്ണിനെയും ഒരുപോലെ ശീലിപ്പിക്കാനാണ് മതം പഠിപ്പിക്കുന്നത്. പെൺകുട്ടി മാത്രല്ല അവൾ കഴിച്ച പാത്രം കഴുകി വെക്കേണ്ടത്, കഴിച്ച പാത്രം ആണാണെങ്കിലും പെണ്ണാണെങ്കിലും കഴുകി വെക്കാൻ ശീലിപ്പിക്കുക. ഈ ഇക്വാലിറ്റി പഠിപ്പിക്കേണ്ടത് ഉമ്മയാണ്. ഉമ്മയാണിത് ശീലിപ്പിക്കേണ്ടത്. മക്കളെ ഒരുപോലെ പരിഗണിക്കുക. കാരണം എന്താണെന്നറിയോ, പല തെറ്റുകളുടെയും ശിക്ഷ, പല കുറ്റങ്ങളുടെയും പല തിന്മകളുടെയും ശിക്ഷ പടച്ചവൻ പരലോകത്തേക്ക് മാറ്റിവെക്കും. പക്ഷെ ഉണ്ടല്ലോ, ഈ ഭൂമിയിൽ തന്നെ പടച്ചവൻ ശിക്ഷ കൊടുക്കുന്ന 2 തെറ്റുകൾ പറയുന്നുണ്ട്. ആ തെറ്റുകളിൽ ഒന്നാമത്തത് ഫിത്ന ഉണ്ടാക്കുകയാണ്. ഫിത്ന ഉണ്ടാക്കുക, മനുഷ്യന്മാർക്കിടയിൽ ഇങ്ങനെ ഗീബത്തും നമീമത്തും പരദൂഷണമൊക്കെ പറഞ്ഞ് എരുതിയിൽ എണ്ണയൊഴിച്ച് മനുഷ്യന്മാരുടെ ഹൃദയങ്ങൾക്കുള്ളിൽ ഇടിയിച്ച് മിണ്ടണ്ട, ഓള് ഞങ്ങട്ട് എന്ത് പറഞ്ഞാൽ ഈ സലാം അടക്കണ്ട, ഈ അങ്ങോട്ട് മൈൻഡ് ചെയ്യണ്ട, നമ്മളെ ഭാഗമേ നോക്കണ്ട, ഈ പിണങ്ങേണ്ട നിന്നോ എന്നും പറഞ്ഞിട്ട് മനുഷ്യന്മാരുടെ ഹൃദയങ്ങൾക്കുള്ളിൽ അകൽച്ച ഉണ്ടാക്കുന്ന, ഫിത്ന ഉണ്ടാക്കുന്ന, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മനുഷ്യരാണോ? മരിക്കാൻ കാത്തുക്കൂലോലോ പടച്ചോൻ, ഇവിടെ തന്നെ കൊടുക്കുന്ന്. ഈ ഭൂമിയിൽ തന്നെ കൊടുക്കുമ്പോലോ. രണ്ടാമത്തെ ശിക്ഷ എന്താണെന്നറിയോ ഭൂമിയിൽ നിന്ന് കൊടുക്കുന്നേ? ഇനീക്വാലിറ്റി കാണിക്കുക, അഥവാ അനീതി കാണിക്കുക. എവിടെ അനീതി കാണിക്കുക? മക്കൾക്കിടയിൽ ആൺകുട്ടിക്കൊരു നീതി, പെൺകുട്ടിക്കൊരു നീതി. കുറ്റം കിട്ടും പഠിച്ചോണ്ടെടുത്തുന്ന്. മക്കൾക്കിടയിൽ അനീതി കാണിക്കുക. രണ്ടാമത്തെ അനീതി എവിടെയാ? മക്കൾക്കും മരുമക്കൾക്കും ഇടയിൽ അനീതി കാണിക്കുക. വലിയ ടോപ്പിക്കാ. അഷ്റഫ് കൂട്ടായ്മയിൽ വൈകുന്നേരം വരെ ഞാൻ ക്ലാസ് എടുത്താലും തീരൂല അമ്മായിയും മരുമോള് പ്രശ്നങ്ങളെ. അത്രയേറെ കേസുകളാ ക്ലിനിക്കിൽ ദിവസവും വരിക. ഒന്നാമത്തെ ചോദ്യം എന്താണെന്നറിയോ? അല്ല ഡോക്ടറെ, കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ മൂപ്പരമ്മാനും വാപ്പാനും ഞാൻ നോക്കണോന്ന്. മരുമക്കളെ സംശയ, മൂപ്പരും ഉമ്മാനെയും വാപ്പാനെയും മരുമോള് നോക്കണോന്ന്. ഒരു സംശയമില്ല, നോക്കണം. അതന്നെയാണ് ദീനിന്റെ വിധി. നോക്കണം. ആ ഉമ്മാനെയും വാപ്പാനെയും നോക്കേണ്ടത് നമ്മളല്ലാണ്ട് പിന്നെ ആരാ? എങ്ങനെയാ ഈ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഫോർ എക്സാമ്പിൾ, ഒരു ബിസിനസ് തുടങ്ങുകയാണ് 3 പേര്. 3 പേരെ ഒരു ബിസിനസ് തുടങ്ങുക. ബിസിനസ് തുടങ്ങുമ്പോൾ ഓലെ കയ്യിൽ ഒന്നുമില്ല, 0 ഇൻവെസ്റ്റ്മെന്റിൽ ഓലെ ഒരു ബിസിനസ് തുടങ്ങുക. കഠിനാധ്വാനം ചെയ്ത് രാപ്പകൽ അധ്വാനിച്ച് ഈ ബിസിനസ് ഇങ്ങനെ പൊക്കി പൊക്കി കൊണ്ടുവന്നു. 10 വർഷം കഴിഞ്ഞപ്പോൾ ബിസിനസ് അത്യാവശ്യമൊക്കെ ഫ്ലറിഷായി. 15, 20, 25 വർഷം ആയപ്പോഴത്തേന് ബിസിനസ് നന്നായിട്ട് ഫ്ലറിഷായി. കുറേ ഔട്ട്ലെറ്റുകളൊക്കെ ഉള്ള വലിയ ബിസിനസ്സായി. 25 വർഷം കഴിഞ്ഞപ്പോ ബിസിനസ്സിലേക്ക് ഒരാളെയും കൂടെ കൂട്ടി.
കുറച്ചും കൂടെ ബഡ്ജറ്റുള്ള, കുറച്ചും കൂടെ പൈസ ഉള്ള ഒരാളെയും കൂടെ ബിസിനസ്സിലേക്ക് കൂട്ടി. ഈ നാലാമത്തെ ആള് വന്നപ്പോഴേ അയാള് കുറെ പൈസയൊക്കെ കൊണ്ട് വന്നിട്ട് ആ ബിസിനസ്സിലുള്ള ആദ്യത്തെ ഒരാളോട് പറയാണ്, ആദ്യം കൂട്ടിയ രണ്ടാൾക്കാരില്ലേ, ഓല നമുക്കത് തട്ടിയാലോ. ബിസിനസ്സില് സ്റ്റാർട്ടിങ്ങിലേ ഉണ്ടായിരുന്ന ഇൻവെസ്റ്റ് ചെയ്ത രണ്ടുപേരില്ലേ, ആ രണ്ടുപേരെ നമുക്കങ്ങ് ഒഴിവാക്കിയിട്ട് ബിസിനസ്സിന് നമ്മൾ രണ്ടാളും ഒറ്റക്കായാലോ എന്ന് ചോദിച്ചാ എങ്ങനെ ഉണ്ടാവും പ്രിയപ്പെട്ടവരെ? ബിസിനസ് ആയതുകൊണ്ട് ആണുങ്ങൾക്ക് കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാല്ലേ. അത് നീതിയാണോ? അതിൽ നീതി ഉണ്ടോ? അത് പറഞ്ഞ ആ മനുഷ്യന്റെ ഹൃദയം, ആ മനുഷ്യന്റെ മെന്റാലിറ്റി എത്ര നീചമാണോ അത്ര നീചമാണ് പുതിയാപ്പളുടെ ഉമ്മാനെയും വാപ്പാനെയും ഞാൻ നോക്കണോന്ന് ചോദിക്കണ പെണ്ണിന്റെ മനസ്സും. അത്ര നീചമാണ് പ്രിയപ്പെട്ടവരെ. ഈ മകനെ, ഭർത്താവിനെ ചോര നീരാക്കി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് വളർത്തി വലുതാക്കി ഒരു പ്രായമാക്കി കല്യാണം കഴിപ്പിച്ചു കൊടുത്തിട്ട് ആ സമയത്തെ ഉമ്മാനെയും വാപ്പാനെയും നമുക്ക് വേണോ എന്ന് ചോദിക്കുന്ന ആ പെണ്ണിന്റെ മനസ്സിനെ എന്തുമായിട്ട് ഉപമിക്കാൻ പറ്റും? പടച്ചോൻ ചോദിക്കുന്ന ഒരു സന്ദർഭം വരുന്ന, അല്ലാഹുവേ നമ്മളോടൊക്കെ സംസാരിക്കുന്ന ഒരു സന്ദർഭം വരുന്ന്. നമുക്കൊക്കെ പടച്ചോനെ കാണാൻ ഭയങ്കര പൂതിയാ. എന്റെ മക്കളിൽ മൂത്തോന് ഇപ്പൊ 6ാം ക്ലാസ് പഠിക്കുന്നവന് അങ്ങനെയായിരുന്നു. ഇവൻ എപ്പോഴും പറയായിരുന്നു, ഉമ്മ മേഘത്തിന്റെ മുകളിൽ കയറിയ പടച്ചോനെ കാണാൻ പറ്റുമോന്ന്. പൂമ്പാറ്റനെ കാണുമ്പോ ചോദിക്കായിരുന്നു, ഉമ്മച്ചി പൂമ്പാറ്റനെ പോലെ പാറിപ്പോയാല് പടച്ചോനെ കാണാൻ പറ്റുമോന്ന്. ഇതുപോലെ പടച്ചോനെ കാണാൻ ആഗ്രഹമുള്ളവരാ നമ്മളൊക്കെ അല്ലേ? എന്നാലേ നമുക്കൊക്കെ പടച്ചോനെ കാണാനുള്ള അവസരമായി. മേഘത്തുമ്പലും കയറണ്ട, പൂമ്പാറ്റയാവണ്ട. പടച്ചോൻ ചോദിക്കൂ ഇത്രേ, ഞാൻ രോഗിയായപ്പോൾ നീ എന്നെ സന്ദർശിച്ചില്ലല്ലോ, നീ എന്നെ പരിപാലിച്ചില്ലല്ലോ എന്ന്. അപ്പൊ നമ്മൾ ചോദിക്കും, ജഗന്നിയന്തവായ നാഥ, ലോകരക്ഷിതാവായ അല്ലാഹുവേ, നിനക്ക് രോഗമോ? നിന്നെ രോഗം ബാധിക്കുമോന്ന്. അപ്പൊ പടച്ചോൻ ചോദിക്കും, എന്റെ അടിമ, എന്റെ ദാസൻ, എന്റെ അടിമ രോഗിയായില്ലേ? നീ ആ രോഗിയെ സന്ദർശിച്ചിരുന്നുവെങ്കിൽ, നീ ആ രോഗിയെ പരിപാലിച്ചിരുന്നുവെങ്കിൽ ആ രോഗിയിൽ നിനക്ക് എന്നെ കാണാമായിരുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, അത്ര പ്രാധാന്യമുണ്ട് രോഗിയായ, നമ്മളുമായി യാതൊരു ബന്ധവുമില്ലാത്തൊരു മനുഷ്യനെ പരിചരിക്കുന്നതിന്. എങ്കില് പ്രായമായ ഉമ്മയും വാപ്പയും വീട്ടിലുണ്ടെങ്കിൽ അത് അമ്മായിമ്മയായിക്കോട്ടെ അമ്മോശാക്കയായിക്കോട്ടെ, നോക്കല് നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ട് ഇക്വാലിറ്റി കാണിക്കുക. മരുമകളല്ല പ്രിയപ്പെട്ടവരെ, മറുമകൾ എന്നാണ്. മകളുടെ മറുഭാഗമാണ് മറുമകൾ. അതുകൊണ്ട് മകളെ എങ്ങനെയാണോ ഞാൻ സ്നേഹിക്കുന്നത്, അതുപോലെ മരുമകളെയും എന്നിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ച് ശരണം തേടി വന്നവളാണ് എൻ്റെ മകൾ, എൻ്റെ മരുമകൾ. അവളെ എൻ്റെ മകളെ പോലെ സ്നേഹിക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. ഇല്ലേ? അനീതി കാണിച്ചോ, ഈ ഭൂമിയിൽ വെച്ച് തന്നെ പ്രിയപ്പെട്ടവരെ പടച്ചോൻ നമ്മെ ശിക്ഷിക്കുമെന്നാണ് പടച്ചോൻ പറയുന്നത്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മികച്ച മകനും ഏറ്റവും മികച്ച മകളും ഏറ്റവും നല്ല സഹോദരങ്ങളുമായി തീരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നിങ്ങൾ സഹോദരങ്ങൾക്കിടയിൽ അനുരഞ്ജിപ്പുണ്ടാക്കുക എന്നാണ് പരിശുദ്ധ ഖുർആനിൽ പറയുന്നത്. സമ്പത്തിന്റെ പേരില്, ആദർശ വ്യതിചലനങ്ങളുടെ പേരില്, ഐഡിയോളജിക്കൽ കോൺഫ്ലിക്ട്സിന്റെ പേരില്, രാഷ്ട്രീയ ചിന്താഗതിയുടെ പേരില് സഹോദരങ്ങൾ പരസ്പരം പിണങ്ങി നിൽക്കരുത്. സഹോദരിമാര് പരസ്പരം പിണങ്ങി ജീവിക്കാൻ പാടില്ല. കാരണം പ്രാർത്ഥന സ്വീകരിക്കാത്തവരുടെ കൂട്ടത്തിൽ, ഇബാദത്തുകൾ സ്വീകരിക്കാത്തവരുടെ കൂട്ടത്തിൽ എണ്ണിയിട്ടുണ്ട് കുടുംബ ബന്ധം മുറിച്ചവൻ. അനിയത്തിയ ഓള് സലാം പറഞ്ഞാ വീട്ടൂല, ജ്യേഷ്ഠത്തിയ ഓള് പോണ പരിപാടിക്ക് ഞാൻ കൂടൂല, ഇക്കാക്കുള്ള പ്രോഗ്രാമിന് ഞാൻ പോവില്ല, അനിയനുള്ള സൽക്കാരത്തിന് ഞാൻ പോവില്ല, ജ്യേഷ്ഠം വരുന്ന കല്യാണത്തിന് ഞാൻ പോവില്ല. കാരണം എന്താ? ഞങ്ങൾ തെറ്റില്ലല്ലേ, ഞങ്ങൾ പിണക്കത്തില്ലല്ലേ. പ്രിയപ്പെട്ടവരെ, പിന്നെ എന്തിനാ 5 നേരം നിസ്കരിക്കാൻ പള്ളിയിൽ പോണേ? കാരണം ആ നിസ്കാരം പടച്ചോൻ സ്വീകരിക്കുന്നില്ല. എന്തിനാ നമസ്കരിക്കുന്നേ? എന്തിനാ നോമ്പ് നോൽക്കുന്നേ? എന്തിനാ ദാനധർമ്മങ്ങൾ ചെയ്യുന്നേ? ഇതൊന്നും പടച്ചോൻ സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് മനുഷ്യന്മാരാണ്, പിണക്കങ്ങളൊക്കെ മാറ്റിവെച്ച് ഇത് എന്ന് അവസാനിക്കുമെന്ന് നമുക്ക് പോലും ഉറപ്പില്ല. ഈ നിമിഷം അങ്ങ് ഞാൻ മരണപ്പെട്ടു പോയാൽ ഇബാദത്തുകളൊന്നും സ്വീകരിക്കപ്പെടാത്തവനായിക്കൊണ്ട് മരണപ്പെട്ടു പോകുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ ഉൾപ്പെടും. അതുകൊണ്ട് മെസ്സേജ് അയക്കാം, വാട്സപ്പ് കൈ മുമ്പിലുണ്ട്, ഒരൊറ്റ സലാം അയച്ചാൽ മതി, ക്ഷമിക്കുമെന്ന് പറഞ്ഞാൽ മതി, പൊരുത്തപ്പെട്ട് കൊണ്ടാന്ന് പറഞ്ഞാൽ മതി, പൊറുക്കെന്ന് പറഞ്ഞാൽ മതി. പ്രിയപ്പെട്ടവരെ, അത്തരത്തിലുള്ള ഹൃദയ വിശാലതയിലേക്ക് പടച്ചോൻ നമ്മെ ഓരോരുത്തരെയും എത്തിക്കുമാറാവട്ടെ. മക്കൾക്ക് മുൻപിൽ ഏറ്റവും നല്ല മാതൃക കാണിക്കുന്ന
ഏറ്റവും അനുസരണയുള്ള ഭാര്യമാരും ഏറ്റവും മാന്യമായി ഭാര്യമാരോട് പെരുമാറുന്ന ഭർത്താക്കന്മാരുമായി തീരുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ആരാണെന്ന ചോദ്യത്തിന് അള്ളാന്റെ പ്രവാചകൻ നൽകിയ മറുപടി പള്ളിക്കാർക്കോ മഹല്ലുകാർക്കോ സംഘടനക്കാർക്കോ നാട്ടുകാർക്കോ ഏറ്റവും മികച്ചവനാണെന്നല്ല ഉത്തരം കൊടുത്തത് പ്രിയപ്പെട്ടവരെ. മറിച്ച് നിന്റെ വീട്ടിലുള്ള നിന്റെ ഇണയോട്, നിന്റെ ഭാര്യയോട്, അവള് വാരിയല്ലിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടവളാ, അതുകൊണ്ട് ആ വാരിയല്ല നിവർത്താൻ നോക്കണ്ട, അത് പൊട്ടിപ്പോവും, അവൾക്ക് ന്യൂനതകൾ ഉണ്ടാവും. ഒരു പക്ഷെ കയ്യിലുള്ള ചില്ല് പാത്രം അവർ താഴെ ഇട്ട് ഉടച്ചേക്കാം. അവിടെ വഴക്ക് പറയാനോ അവളെ കുറ്റപ്പെടുത്താനോ അവകാശമില്ല. മക്കൾക്ക് മുൻപിൽ വെച്ച് നീ അവളെ അടിക്കരുത്, അവളെ ശകാരിക്കരുത്. അതുകൊണ്ട് അവളോട് മാന്യമായി പെരുമാറുന്നവനാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമനെന്ന് പറഞ്ഞു പഠിപ്പിച്ച പ്രവാചകൻ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വക്താക്കളാണ് നമ്മൾ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആ മാതൃക ഏറ്റവും നല്ല ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്ന ഉമ്മയും ഉപ്പയുമാണോ? മക്കള് ലെസ്ബിയനിസത്തിന്റെ പിന്നാലെ പോവില്ല, മക്കള് ഗേയിസത്തിന്റെ പിന്നാലെ പോവില്ല, മക്കള് ലിവിങ് ടുഗദറും ഡേറ്റിങ്ങും തേടി പോവില്ല, കല്യാണം കഴിക്കേണ്ട സിംഗിൾ ലൈഫായി മൈ ലൈഫ് മൈ ചോയ്സും ആയിട്ട് മക്കള് പോവില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആൺകുട്ടികൾ ആഗ്രഹിക്കും എൻ്റെ ഉമ്മയെ പോലെ, എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പയെ സ്നേഹിക്കുന്ന പോലെ, എൻ്റെ ഉപ്പയെ ബഹുമാനിക്കുന്ന പോലെ, എൻ്റെ ഉപ്പയുടെ കുടുംബത്തെ ആദരിക്കുന്ന പോലെ, എൻ്റെ ഉപ്പയെ പരിഗണിക്കുന്നത് പോലെ സ്നേഹിക്കുന്ന, പരിഗണിക്കുന്ന, ബഹുമാനിക്കുന്ന, മനസ്സിലാക്കുന്ന ഒരു ഭാര്യയെ എനിക്കും കിട്ടണമേ എന്ന് നമ്മൾ ആൺകുട്ടികൾ ആഗ്രഹിക്കും. നമ്മളെ പെൺകുട്ടികൾ ആഗ്രഹിക്കും എൻ്റെ ഉപ്പ എൻ്റെ ഉമ്മയെ സ്നേഹിക്കുന്ന പോലെ, എൻ്റെ ഉപ്പ എൻ്റെ ഉമ്മയെ ബഹുമാനിക്കുന്ന പോലെ, എൻ്റെ ഉപ്പ എൻ്റെ ഉമ്മയെ പരിഗണിക്കുന്ന പോലെ, എൻ്റെ ഉപ്പ എൻ്റെ ഉമ്മയുടെ കുടുംബത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്നത് പോലെ സ്നേഹിക്കുന്ന, പരിഗണിക്കുന്ന, മനസ്സിലാക്കുന്ന, ബഹുമാനിക്കുന്ന ഒരു ഇണയെ, ഒരു ഭാര്യയെ എനിക്കും ലഭിക്കണമേ എന്ന് നമ്മുടെ പെൺകുട്ടികൾ, ഭർത്താവിനെ എനിക്കും ലഭിക്കണമേ എന്ന് നമ്മുടെ പെൺകുട്ടികളും ആഗ്രഹിക്കണമെങ്കിലേ പൊരേല് കാണിച്ചു കൊടുത്തിട്ടേ കാര്യമുള്ളൂ. റീൽസിലും ഷോർട്സിലും കണ്ടിട്ട് കാര്യമില്ല. മനസ്സിലായല്ലോ? റീൽസിലും ഷോർട്സിലും കണ്ടിട്ട് യാതൊരു കാര്യമില്ല പ്രിയപ്പെട്ടവരെ. അത് വീടിൻ്റെ ഉള്ളിൽ കാണിക്കുക. ഉമ്മയും വാപ്പയും സദാസമയം ഞങ്ങളുടെ നാട്ടിൽ കീരിയും പാമ്പും കണ്ട പോലെ എന്നാ പറയാ. കാസർഗോഡ് കീരിയും പാമ്പും എങ്ങനെയാ? ഹൈ, കാസർഗോഡ് കീരിയും പാമ്പും എങ്ങനെയാണ് ഇയാളെ? ചങ്ക ആണോ? കീരിക്ക് അതന്നെയല്ലേ പറയാ? കീരി, പാമ്പ്, സ്നേക്ക് രണ്ടും അതന്നെയല്ലേ? ഞങ്ങളുടെ നാട്ടിലെ കീരിയും പാമ്പും കണ്ട ഫുൾ ടൈം അടിയാ. ഏതെങ്കിലും ഒരാളെ ഹയാത്തിൽ ജീവനോടെ ഉണ്ടാവുള്ളൂ. പ്രിയപ്പെട്ടവരെ, കീരിയും പാമ്പും കണ്ട പോലത്തെ ഉമ്മയും വാപ്പയാണെങ്കിലേ, എൻ്റെ ഉമ്മാനെ കെട്ടി എന്ന് തുടങ്ങിയതാ ഇന്റെ കഷ്ടകാലം എന്ന് പറയണ വാപ്പയാണെങ്കിൽ, എൻ്റെ ഉമ്മയെ കെട്ടി എന്ന് തുടങ്ങിയതാ ഇന്റെ കലികാലം എന്ന് പറയുന്ന വാപ്പയാണെങ്കിൽ, എൻ്റെ ഉപ്പ എന്നാണോ എന്നെ കെട്ടിയത് അതോടുകൂടി എൻ്റെ ജീവിതം അവസാനിച്ചു എന്ന് പറയുന്ന ഉമ്മയാണെങ്കിൽ, പഴയ കാലല്ല. നമ്മളൊക്കെ അതൊക്കെ കേട്ടും കല്യാണം കഴിച്ച് ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കുട്ടികൾ എന്താ പറയാന്നറിയോ? ആരെങ്ങളോട് കെട്ടാൻ പറഞ്ഞു എന്ന് ചോദിക്കും. ഇന്നത്തെ കുട്ടികൾ എന്താ പറയാന്നറിയോ? കൗൺസിലിങ്ങിന് കൊണ്ടുപോകും. എന്നിട്ട് പൊന്നാര ഡോക്ടറെ ഇവരൊന്ന് പിരിച്ചു തരുമോ എന്ന് ചോദിക്കും. കാലം മാറി. അപ്പോ കാലാനുസൃതമായി നമ്മൾ മാറുക. പരിശുദ്ധ ദീനില് ഇസ്ലാമിൽ കാണിച്ചു തന്ന ഉത്തമ മാതൃകകളാണ്, ഉത്തമ ദാമ്പത്യത്തിന്റെ മാതൃകയാണ് പ്രവാചകൻ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാമ്പത്യ ജീവിതം. അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ കൂടിച്ചേരൽ, ഇവിടെ നിന്നും ലഭിക്കുന്ന നല്ല വാക്കുകൾ, നല്ല ചിന്തകൾ അത് ഈ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിൽ തന്നെ അവസാനിപ്പിക്കാതെ എനിക്കും നിങ്ങൾക്കും നമ്മുടെ ഹൃദയത്തിൽ തന്നെ കൊത്തിവെച്ചുകൊണ്ട് നമ്മുടെ കൂടെ കൊണ്ടുപോവാൻ, നമ്മുടെ ഇടങ്ങളാകുന്ന ആ സമാധാന കൂടിൻ്റെ വെളിച്ചം, ആ പ്രകാശം അല്പം കൂടി പ്രകാശഭരിതമാക്കി മാറ്റുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമാറാവട്ടെ. ഇനിയും ഇതുപോലെ ഒരുപാടേറെ നന്മകൾ ചെയ്തുകൊണ്ട് നന്മ മരങ്ങളായി മാറുവാൻ ഈ അഷ്റഫ് കൂട്ടായ്മ അവരുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കും സാധിക്കുമാറാവട്ടെ. പടച്ച തമ്പുരാൻ എല്ലാ അർത്ഥത്തിലും ആഴത്തിലും നമ്മളിൽ നിന്നും ഈ കൂടിച്ചേരൽ സ്വീകരിക്കുമാറാവട്ടെ.